عليكم ورحمة الله وبركاته. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. صدق الله العظيم. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായി നാം ഒത്തുചേർന്നത് അവൻ്റെ പൊരുത്തത്തിലായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിലായി, റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ സാന്നിധ്യത്തിലായി, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മൾ സ്വീകരിക്കട്ടെ. ആമീൻ. നമുക്ക് ഈ മജ്ലിസ് ഇവിടെ തുടങ്ങിത്തന്ന ബഹുമാന്യനായ മാത്തൂർ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹത്തിൻ്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ഈ മഹല്ലത്തിൽ നിന്ന്, ഈ പള്ളി മദ്രസ പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഇന്ന് ഖബറിൽ കഴിയുന്ന പലരുമുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിൻ്റെ വെളിച്ചം സന്തോഷമായി, ആനന്ദമായി, കൺകുളിർമയായി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. സ്വലാത്തിൻ്റെ വാർഷികത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു സദസ്സ്, അതാണ് സ്വലാത്തിൻ്റെ മജ്ലിസ്. ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ നേതാവിന്, ആ നേതാവിനെ ഓർമ്മിക്കാത്ത സമയങ്ങളില്ല. ആ നേതാവിനെ നമ്മൾ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുർജി. ഇന്ന ബൈതൻ അൻത സാകിനുഹു, ആ നേതാവ് നമ്മുടെ മനസ്സിലാണ്, ഹൃദയത്തിലാണ്. മക്കൾ അങ്ങോട്ട് ഇരുന്നാലും ഉണ്ടാവും, മുഖം നോക്കുമ്പോൾ ഒന്നുകൂടി സന്തോഷം ഉണ്ടാവില്ല. പ്രയാസമില്ല. നമ്മുടെ ഖൽബിലാണ് നബിയുടെ സ്ഥാനം. ആ നബിയെ ഒഴിച്ചു നിർത്തിയ ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിലില്ല. അത് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും. ഒന്നൊരു ബാക്കിലേക്ക് ഇരുന്ന് പോയപ്പോൾ കാണാൻ പറ്റും. ഭക്ഷണം കഴിക്കുമ്പോഴും, കുളിക്കുമ്പോഴും, പല്ല് തേക്കുമ്പോഴും, യാത്ര പുറപ്പെടുമ്പോഴും, യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴും തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വെളിച്ചം വീശി നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്പെഷ്യലായിട്ട് നബിക്ക് വേണ്ടി മറ്റൊരു മജ്ലിസ് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും മുത്തുനബിയുടെ തിരുനോട്ടം ആ മജ്ലിസിലുണ്ടാവും. നബിയുടെ സന്തോഷം ഈ നാട്ടിലുണ്ടാവും. നബിയുടെ സ്നേഹം ഈ നാടിനും ഈ പരിസരത്തും ഈ പരിസരത്തുള്ള വീടുകളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം ലഭ്യമാകും. ഹബീബിന് വേണ്ടിയുള്ള സദസ്സ്, ആ സദസ്സിൻ്റെ വിപുലീകരണാർത്ഥം, അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു നിഅമത്തിന് ശുക്ർ കൂടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർഷികാഘോഷം. തീർച്ചയായും മുത്തുനബി തങ്ങൾ മദീന റൗളയിൽ ഈ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഹബീബിൻ്റെ പൊരുത്തം ലഭിച്ചവരിൽ, ഹബീബിൻ്റെ മഹബ്ബത്ത് ലഭിച്ചവരിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മദീന പള്ളിയിൽ ചെന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് അബീദർ എന്നാണ് ആ പള്ളിയുടെ പേര്. ഇന്ന് ആ പള്ളി പൊളിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്തൊന്നും പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരു 4-5 വർഷം മുമ്പ് പോകുന്ന ആളുകൾക്കൊക്കെ ആ പള്ളിയിൽ സ്ഥിരമായി പോകാനും കാണാനും നിസ്കരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. മസ്ജിദ് ശുക്ർ, മസ്ജിദ് സജദ എന്ന പേരിലൊക്കെ ആ പള്ളി അറിയപ്പെടുന്നുണ്ട്.
ഇന്ന് ആ പള്ളി മദീന നിവാസികൾക്കിടയിൽ അറിയപ്പെടുന്നത് മസ്ജിദ് അബീദർ എന്നാണ്. എന്താണ് ആ പള്ളി സന്ദർശിക്കാൻ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ആകർഷിക്കാനുള്ള കാരണം? ഹബീബായ മുത്തുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആ സ്ഥലത്ത്, ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ദീർഘമായ സുജൂദിലായി കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സഹാബികൾ നബി തങ്ങളുടെ ചുറ്റുഭാഗത്ത് തടിച്ചുകൂടി. നബി തങ്ങൾ സുജൂദിലാണ്, ദീർഘമായ സുജൂദ്. സഹാബികൾ പേടിച്ചുപോയി. നബി തങ്ങൾക്കെങ്ങാനും ആപത്ത് സംഭവിച്ചോ, നബി തങ്ങൾ വഫാത്തായിട്ടുണ്ടാകുമോ എന്ന് വരെ. കാരണം കുറെ കഴിഞ്ഞിട്ടും നബി തങ്ങൾ സുജൂദ് എഴുന്നേറ്റ് വരുന്നില്ല. ഈ സമയത്ത് സഹാബികൾ മുഴുവനും ആ പള്ളിയുടെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ചുകൂടി. ദീർഘനേരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല ഉയർത്തി. അവിടെ കൂടിയ സഹാബികൾ മുഴുവനും അൽഹംദുലില്ലാഹ്, നബി തങ്ങൾക്കൊരാപത്തും പറ്റിയിട്ടില്ല, നബി തങ്ങൾക്കൊരു പ്രയാസവുമില്ല, നബി തങ്ങൾ വഫാത്തായിട്ടില്ല. എല്ലാവർക്കും സന്തോഷമായി. നബി തങ്ങളുടെ അരികിലേക്ക് സഹാബത്ത് ഒന്നുകൂടി ചേർന്ന് നിന്നു. യാ റസൂലല്ലാഹ്, എന്തിനാണ് എത്രമാത്രം ദീർഘമായ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഒഴുകി ഒഴുകി പരിസരം മുഴുവനും മണൽ മുഴുവനും കുതിർന്നിട്ടുണ്ട്, നനഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം കരയാൻ എന്താ നബിയെ അങ്ങേക്ക് സംഭവിച്ചു പോയത്? അങ്ങിങ്ങനെ കരയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങ് നാളെ സ്വർഗത്തിൽ ഒന്നാമനാണല്ലോ നബിയേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബികളെ, ഞാൻ കരഞ്ഞത് റബ്ബിന് ശുക്റായിട്ടാണ് കരഞ്ഞത്. അല്ലാഹു എനിക്ക് വലിയ നിഅമത്ത്. എന്താ നിഅമത്തെന്നറിയോ? ജാഅനി ജിബ്രീൽ, എന്റെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ സല്ലല്ലാ അലൈക സ്വലാത്തൻ സല്ലൈതു അലൈഹി അശ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, നബി, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ഒരു സ്വലാത്തിന് പകരമായി അല്ലാഹു 10 ഗുണം അങ്ങയുടെ ഉമ്മത്തിന് സമ്മാനമായി നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് നബിയേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന് പകരമായിട്ട് അള്ളാഹു തിരിച്ചു തരുന്ന സമ്മാനം 10 സ്വലാത്താണ്. എന്ന് പറഞ്ഞാൽ 10 നന്മകൾ, 10 ഗുണങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന. നമ്മൾ മജ്‌ലിസിലൊക്കെ 100 സ്വലാത്ത് ചൊല്ലും, 200 ചൊല്ലും, അല്ലേ? എത്ര ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ പോണത്? അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള ആ വലിയ ഒരു അനുഗ്രഹം, ഉമ്മത്തിന് നൽകിയ സന്തോഷം, ആ സന്തോഷത്തിൽ അല്ലാഹുവിന് ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ടാണ് നബി തങ്ങൾ അവിടെ സുജൂദിലായി കടന്നത്. അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദു സജദ എന്ന പേരുണ്ട്, മസ്ജിദു ശുക്ർ എന്ന പേരുണ്ട്. നബി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ അല്ലാഹുവിന് ശുക്ർ സമർപ്പിച്ച സ്ഥലം എന്നൊക്കെ ഇന്നും അവരുടെ ബോർഡ് എഴുതി വെച്ച് അതിൻ്റെ മുകളിൽ ആ പള്ളിയുടെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു പോയി കാണാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർവഹിക്കപ്പെടുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള സ്വലാത്ത് നമുക്കറിയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ഏതാണ്? സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. അല്ലാത്ത കുറെ സ്വലാത്തുണ്ട്. ഇപ്പൊ ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് 2 3 സ്വലാത്തുകൾ ഉസ്താദ് ആവർത്തിച്ച് ചൊല്ലി, ഇല്ലേ? അങ്ങനെ ധാരാളം സ്വലാത്തുകളുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചേർത്ത് വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർവഹിക്കപ്പെടുന്ന സ്വലാത്ത്. എന്തിനാണ്
എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചേർത്ത് പറയുന്നത്? എല്ലാ നിസ്കാരത്തിലും നബി തങ്ങളെ പറയുമ്പോൾ ആ നബി തങ്ങളോടൊപ്പം ഖലീലുല്ലാഹി അബുൽ അംബിയാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ നബി തങ്ങൾ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഗുണം ചെയ്തതുപോലെ, സലാത്ത് ചെയ്തതുപോലെ, സലാം ചെയ്തതുപോലെ, ബറക്കത്ത് ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും സലാത്തും സലാമും ബറക്കത്തും വേണമെന്നല്ലേ ദുആ? എന്തിനാണ് എല്ലാ സമയത്തും നബി തങ്ങൾ അവിടത്തേക്ക് സലാത്ത് ചൊല്ലുമ്പോൾ എന്നോടൊപ്പം ഇബ്രാഹിം നബിയെ കൂടി ചേർത്ത് വെച്ചത്? അതിലൊരുപാട് കാരണങ്ങളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. കഴിയില്ല നബി തങ്ങളുടെ ഉമ്മത്തിന് ഇബ്രാഹിം നബിയെ മറക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജ് കൊണ്ടുപോയി. ആകാശങ്ങൾ താണ്ടിക്കടന്നുകൊണ്ട് സിദ്റത്തുൽ മുന്തയിൽ വിട്ട് കടന്നുള്ള യാത്രയായിരുന്നു. ആ യാത്രാ മധ്യ ഒരുപാട് അമ്പിയാക്കളെ നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അമ്പിയാക്കളെ മുഴുവനും റസൂലുള്ളാഹിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ അമ്പിയാക്കൾക്ക് മുഴുവനും നബി തങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നബിമാരെ കാണുമ്പോൾ നബി തങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും നബി തങ്ങളുടെ സലാം അടക്കിയിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം അടക്കിയെന്ന് മാത്രമല്ല, അതോടൊപ്പം അങ്ങയുടെ ഉമ്മത്താകുന്ന, അങ്ങയുടെ സമുദായമാകുന്ന, അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ ഇത്തിബാഅ് ചെയ്യുന്ന ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഉമ്മത്തിനും സലാം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് സലാം അടക്കി. എല്ലാ അമ്പിയാക്കളും സലാം അടക്കി. പക്ഷെ മറ്റുള്ള അമ്പിയാക്കളൊന്നും ഉമ്മത്തിന് സലാം പറഞ്ഞില്ല. നബി അങ്ങയുടെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണമെന്ന് സലാം കൊടുത്തയച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് വേണ്ടി നമ്മളെ കണ്ടിട്ടില്ല, നമ്മെ കണ്ടിട്ടില്ല. നബി തങ്ങളോടുള്ള മഹബത്താണ്. കാരണം ആ നബിയുടെ ഉമ്മത്താകാൻ പറ്റിയെന്ന് പറഞ്ഞ നിസ്സാര സംഗതിയല്ല. അതുകൊണ്ട് നബി അങ്ങയുടെ ഉമ്മത്തിന് സലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തീർന്നില്ല. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടെ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി കൂടെ ദുആ ചെയ്തു. വഖാല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. ഈ ദുആനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വഖാല, രണ്ടുപേരും ദുആ ചെയ്തു എന്നാണ്. എന്നാൽ രണ്ടുപേരും ദുആ ചെയ്തിട്ടില്ല. ഒരാളെ ദുആ ചെയ്തിട്ടുള്ളൂ, മറ്റാൾ ആമീൻ പറഞ്ഞതാണ്. മുഅ്മിനീങ്ങളെ ദുആ ചെയ്യുന്ന ആളും ആമീൻ പറയുന്ന ആളും സവാഉൻ ഫിൽ അജ്രി, പ്രതിഫലത്തിന് തുല്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ ഇമാം ദുആക്കും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മൾ ആമീൻ, നമുക്കൊരു ആമീനെ ചെലവുള്ളൂ. ആ ഇമാമിന് കിട്ടുന്ന അതേ കൂലി മുഴുവനും നമുക്ക് കിട്ടും. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചതാണ് ഈ ശൈലി. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി ദുആ ചെയ്തു, ഇസ്മായിൽ നബി ആമീൻ പറഞ്ഞു. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നബിയേ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പരിശുദ്ധമായ ഭവനത്തിലേക്ക്, കഅബയിലേക്ക്, മക്കയിലേക്ക് ക്ഷണിക്കണം.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ആ കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ട് വസഇദ അലൽ ഹിജ്രി വസഇദ അലൽ ഹജരി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല്, ആ കല്ലിന്റെ മുകളിൽ കയറുന്നിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചു. അവിടെ നിന്നിറങ്ങിയിട്ട് സഫാ കുന്നിൽ കയറി, അവിടെ നിന്ന് വിളിച്ചു. അവിടെ നിന്നിറങ്ങിയിട്ട് ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി. ഈ 3 സ്ഥലത്തൊന്നും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു. എന്നിട്ട് കഅബത്തിന്റെ അരികിലേക്ക് വന്നിട്ട് ഇബ്രാഹിം നബി ദുആ ചെയ്തു. ആ ദുആയിൽ പരാമർശിക്കപ്പെട്ട ദുആ എന്താണെന്നറിയോ? അല്ലാഹുവേ റബ്ബേ, നിന്റെ പ്രതിനിധിയായി, നിന്റെ ഖലീഫയായി, നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ ഭവനത്തിലേക്ക് ഞാനിതാ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ഈ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ ഈ പ്രവാചക ശൃംഖലക്ക് സമാപ്തി കുറിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളുടെ ഉമ്മത്തും ഇവിടെ വരും റബ്ബേ. ആ ഉമ്മത്തിന് പ്രത്യേകമായ സ്വാഗതം ഞാൻ അരുളുന്നു. ആ ഉമ്മത്തിന് പ്രത്യേകമായ അംഗീകാരം, തഹിയ്യത്ത് ഞാനിതാ സമർപ്പിക്കുന്നു. അല്ലാഹ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. എങ്ങനെ ഇബ്രാഹിം നബി നമുക്ക് മറക്കാൻ പറ്റും? ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, അബുൽ അംബിയ, നമുക്കറിയാം ഒരുപാട് അമ്പിയാക്കൾ ഇസ്ഹാഖ് നബിയിലൂടെയാണ് വന്നിട്ടുള്ളത്. ആ അമ്പിയാക്കൾക്കെല്ലാം അനുയായികളുണ്ട്. യാക്കൂബ് നബി, ഈസാ നബി, മൂസാ നബി, നൂഹ് നബി തുടങ്ങി ധാരാളം അമ്പിയാക്കൾ വന്നുപോയിട്ടുണ്ട് ആ പരമ്പരയിലൂടെ. പക്ഷേ ആ അമ്പിയാക്കളുടെ ആ ഉമ്മത്തിനൊന്നും സമുദായത്തിനൊന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകാത്ത പ്രത്യേകമായ പരിഗണന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രത്യേകമായി തഹിയ്യത്ത് സമർപ്പിച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മറക്കാൻ കഴിയില്ല ഇബ്രാഹിം നബിയെ. നബി തങ്ങളുടെ ഉമ്മത്തിന് അത്രമാത്രം അംഗീകാരമായി കൊടുത്തു. ലോകത്തെല്ലാം ആമിൻ നബിയിൻ ഇല്ലാ വഖദ് ഹജ്ജ. ആദം നബി അലൈഹിസ്സലാം അത് ലോകത്ത് കഴിഞ്ഞ എല്ലാ അമ്പിയാക്കളും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നബി തങ്ങളുടെ ഉമ്മത്തിന്റെ ഹജ്ജ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർക്ക് പ്രത്യേക അംഗീകാരമാണ്. ആ അംഗീകാരം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു ഖബൂലാക്കട്ടെ. വൽ ഫജ്രി വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു. അല്ലാഹു ഒരു വസ്തുവിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിന് കുറെ അർത്ഥങ്ങൾ ഉണ്ടാകും, അതിന് വലിയ മഹത്വങ്ങൾ ഉണ്ടാകും. ഇമ്മാ ലിശറഫിൻ ദുനിയവിയ്യൻ ഔ ഉഖ്റവിയ്യ. അല്ലാഹു ഒരു വസ്തുവിനെ സത്യം ചെയ്യുന്ന സമയത്ത് ആ വസ്തുവിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം ഒരുപക്ഷെ ദീനിയായ മാറ്റമായിരിക്കും. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉഖ്റവിയായ ഗുണം കിട്ടാൻ കാരണമാകുന്ന മഹത്വം ഉണ്ടാവും. എന്ന പോലെ തന്നെ അതല്ലെങ്കിലോ ദുനിയാവിൽ വലിയ മഹത്വമുള്ള വസ്തുവായിരിക്കും, പ്രാധാന്യമുള്ള വസ്തുവായിരിക്കും. അങ്ങനെയാകുമ്പോൾ ആ വസ്തു അള്ളാഹു നമുക്ക് തന്നതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന സന്ദേശം അതിനുണ്ടാവും. ഇമാം റാസി റളിയല്ലാഹു അൻഹു വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ സംഭവിച്ചത് കാണാം. അള്ളാഹു ഒരു കാര്യം സത്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ ദുനിയാവിൽ ഭൗതിക ലോകത്ത് ആ വസ്തുവിന്റെ പ്രാധാന്യം, അതിന്റെ ഗുണം, ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എല്ലാം അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹം തന്നതിന്റെ പേരിൽ അതിന് നമ്മൾ ശുക്ർ ചെയ്യുക എന്ന് ആ സത്യത്തിന്റെ പിന്നിൽ രഹസ്യമുണ്ട്. അതല്ലെങ്കിലോ ഇമ്മാലി ദലാലത്തിൻ ദീനിയ, അതല്ലെങ്കിൽ അതുകൊണ്ട് ദീനിൽ വലിയ മഹത്വം ഉണ്ടായിരിക്കാം അതിന്. എന്നാൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചത് ഈ മഹത്തായ സന്ദേശം നാം അറിഞ്ഞുകൊണ്ട് ആ വസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം, ചിന്തിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. വൽ ഫജ്രി
വലയാലിൻ അശ്ർ വശഫഇ വൽ വത്രി വല്ലൈലി ഇദാ യശ്ർ വൽ ഫജ്രി പ്രഭാതത്തെ തന്നെ സത്യം. പ്രഭാതമെന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു യൗമൻ നഹരി, പെരുന്നാൾ ദിവസത്തിന്റെ പ്രഭാതം, പെരുന്നാൾ ദിവസത്തിന്റെ സുബ്ഹ് സാധാരണ ദിവസത്തിന്റെ സുബ്ഹ് പോലെയല്ല. പെരുന്നാൾ ദിവസത്തിന്റെ അന്നത്തെ രാവ് സാധാരണ ദിവസത്തിന്റെ രാവ് പോലെയല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ചില രാവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാവ് ഏതാണെന്നറിയോ? അത് പരിശുദ്ധമായ ലൈലത്തുൽ നഹരി, ലൈലത്തുൽ ഈദ്, പെരുന്നാളിന്റെ രാവാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന രാവാണ് പെരുന്നാളിന്റെ രാവ്. പക്ഷെ നമ്മൾ ആ സമയത്ത് അങ്ങാടിയിലായിരിക്കും. എന്നാലും തലേ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോകല്, കുട്ടികളൊക്കെ എടുത്തു, ഭാര്യയ്ക്കൊന്നും കൂടെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിനും ഷർട്ടും കൂടെ എൻ്റെ വക എടുക്കണം. ഇന്ന് എല്ലാവരും പർച്ചേസിന് പോകും അല്ലേ തലേ ദിവസം, അല്ലെങ്കിൽ ബാക്കി വേറെ എന്തൊക്കെയോ ഒരു ലോകത്തായിരിക്കും ഉണ്ടാവും പെരുന്നാളിന്റെ രാവ്. അശ്രദ്ധമായി പോകുന്നൊരു രാവാണ് വൽ ഫജ്ർ. അശ്രദ്ധമായി പോകരുത്, ശ്രദ്ധിക്കണം, നിങ്ങളത് ഉപകാരമെടുക്കണം, ഇതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കണം, നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പെരുന്നാളിന്റെ രാവിനെ കുറിച്ച്, പ്രഭാതത്തെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു. വലയാലിൻ അശ്ർ, അതിമഹത്തായ 10 രാവുകളുണ്ട്. അത് ഏതാണെന്നറിയോ? അയ്യാമുൽ അശ്രി മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജ ദിവസത്തിലെ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് മഹത്വമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഇന്ന് ദുൽഖഅദ 28 നാളെ 29. ഒരു പക്ഷേ നാളെ മാസം കണ്ടാൽ തിങ്കളാഴ്ച ദുൽഹിജ്ജ 1. അങ്ങനെയാകുമ്പോൾ ഞായറാഴ്ച രാത്രി മുതൽ ദുൽഹിജ്ജയുടെ രാവുകൾ പ്രതീക്ഷിക്കണം. അള്ളാഹു പ്രതീക്ഷിക്കാനും നന്മകൾ ചെയ്യാനും തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉളഹിയ്യത്ത് ഉദ്ദേശിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നഖമുറിക്കല്, രഹസ്യഭാഗം ക്ലീൻ ചെയ്യല്, താടി മുടിയൊക്കെ നേരാക്കൽ ശരിയാക്കലൊക്കെ നാളെ തന്നെ നിർവഹിക്കണം. അല്ലെങ്കിൽ നാളെ രാത്രി കഴിഞ്ഞ്, അഥവാ നാളെ മാസം കണ്ടാൽ പിറ്റേ ദിവസം മുതൽ നിർവഹിക്കപ്പെടുന്നത് ഇത് കറാഹത്താണ്. അപ്പോൾ ഉളഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിക്കണം. ഇവിടെ ഉളഹിയ്യത്തുണ്ടാ? ഈ പള്ളിയിലുണ്ടാ? മാഷാ അല്ലാഹ്. അതിനുവേണ്ടി സഹകരിക്കുന്ന, ഷെയർ ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. വശഫഇ വൽ വത്ർ, ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞു വശഫഇ, ഇരട്ട എന്നാണ് അർത്ഥം. ഏതാണ് ഇരട്ടകൾ? ഒരുപാട് തഫ്സീറുണ്ട്. തഫ്സീർ ഇങ്ങനെയാണ്: അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ഉമ്മുനാ ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ, രണ്ടാളെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു, ആദം നബിനെയും ഹവ്വാ ബീവിയെയും. നമ്മളങ്ങനെ സത്യം ചെയ്യാൻ പാടുണ്ട? ഇല്ല. പുത്തമ്പള്ളി മൂപ്പരന്റെ സത്യം അങ്ങനെ പറയാൻ പാടില്ല. വെളിയങ്കോട് ഉമ്മറക്കായ തന്നെ സത്യം പറയാൻ പാടില്ല. ചേരമാനിൽ മറപട്ട് കിടക്കുന്ന മഹാന്മാരുടെ സത്യം. അല്ലാഹു തആല വ്യക്തികളെയും വസ്തുക്കളെയും സമയങ്ങളൊക്കെ പിടിച്ച് സത്യം ചെയ്യും. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ എൻ്റെ ഉമ്മന്നെ സത്യം, എൻ്റെ കുട്ടി എന്നെ സത്യം, കുട്ടിയുടെ തലയിലൊക്കെ കഴിച്ചിട്ട് കുട്ടിയുടെ തല കഴിച്ചിട്ട് എൻ്റെ കുട്ടി എന്നെ സത്യം, എൻ്റെ പള്ളി എന്നെ സത്യം. അങ്ങനെ ഓരോ വസ്തുവിനെ വിളിച്ചുകൊണ്ട് അങ്ങനെ സത്യം ചെയ്യാൻ അല്ലാഹു നമ്മെ നിർദ്ദേശിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെപ്പോലല്ല, അല്ലാഹുക്ക് അതിന് അധികാരമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാളുകളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു. അത് അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ഉമ്മുനാ ഉമ്മുൽ ബശർ ബഹ്മദിയായ ഹബീബി ഹവ്വാ റളിയല്ലാഹു അൻഹ, ആദം നബിയും ഹവ്വാ ബീവിയും. വൽ വത്രി വൽ വത്ർ വൽ വത്രി എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥം. ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹ്, ഒറ്റയായ ഏകനായ ഒരുവനായ അല്ലാഹുവിനെ തന്നെ സത്യം. അതല്ലെങ്കിൽ വശഫഇ വൽ വത്ർ, വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്താൽ, വൽ വത്രി
പെരുന്നാളിന്റെ അന്നും അതിന്റെ തൊട്ടടുത്ത ദിവസവും വൽ വത്രി അയ്യാമുത്ത തശ്രീഖിന്റെ മൂന്നാമത്തെ ദിവസം ദുൽഹിജ്ജ പിറന്നാൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനത്തെ ദിവസം വരെയുള്ള ഓരോ ദിവസങ്ങളെയും രാവുകളെയും സെക്കൻഡുകളെയും അള്ളാഹു പ്രാധാന്യമായി കണ്ടു. അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനം വരെയാണ് ഉദയത്തിറക്കാനുള്ള സമയം നമുക്കറിയാം അല്ലേ? അത്രയും ദിവസങ്ങൾ. അതുപോലെ നാളെ മാസം കണ്ടാൽ തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങൾ വലിയ പവിത്രതയുള്ള ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതുവരെ പറഞ്ഞെന്നറിയോ? മാമിൻ അയ്യാം, അല്ലാഹു തആല ഒരുപാട് ദിവസങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അൽ അമലു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. നാം ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലയാലിൻ അശ്രിൽ, അതല്ലെങ്കിൽ അതിനു ശേഷമുള്ള അയ്യാമുത്ത തശ്രീഖിന്റെ 3 ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി ഇഷ്ടം പ്രിയം വെക്കുന്ന, അതിൽ അല്ലാഹു നിർവഹിക്കപ്പെടുന്ന അമലിനേക്കാൾ മറ്റൊരു ദിവസത്തിന് കിട്ടില്ല. അങ്ങനെയുള്ള ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അല്ലാഹു വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും പറയാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ആ ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്താണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്? ലയാലിൻ നസ്ർ എന്താണ് പഠിപ്പിക്കുന്നത്? വശഫ എന്താ പഠിപ്പിക്കുന്നത്? വൽവത്രി എന്താണ് പഠിപ്പിക്കുന്നത്? ഇതെല്ലാം ഓർമ്മകളാണ്. ആരുടെ ഓർമ്മകൾ? അമ്പിയാക്കളുടെ ഓർമ്മകൾ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകുന്ന ഖലീലാകുന്ന ഇബ്രാഹിം നബി, പ്രിയപ്പെട്ട ഹാജിർ റളിയല്ലാഹു അൻഹ, ഇസ്മാഈൽ നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ഓർമ്മകളാണ്. നിങ്ങൾ കണ്ടോ, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കപ്പെടുമ്പോൾ അറഫ ദിവസത്തിൽ എല്ലാവരും അന്നേ ദിവസം അറഫയിൽ സമ്മേളിക്കുകയാണ്. അറഫയിൽ സമ്മേളിക്കാതെ, അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് ഹജ്ജ് കിട്ടില്ല. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. എന്താണ് അറഫ എന്ന് പറഞ്ഞാൽ? ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരുപാട് അർത്ഥങ്ങൾ അറഫ എന്ന് പറയുന്ന പദത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ പ്രധാനപ്പെട്ട 3 വിശദീകരണം. അറഫ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നർത്ഥമുണ്ട്, തിരിച്ചറിഞ്ഞു എന്നർത്ഥമുണ്ട്, മനസ്സിലാക്കി എന്ന മറ്റൊരർത്ഥമുണ്ട്, സമ്മതിച്ചു എന്ന വേറൊരു അർത്ഥം കൂടിയുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ആദ്യം പറഞ്ഞ അർത്ഥം മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടാ. ആദ്യം പറഞ്ഞ അർത്ഥം കണ്ടുമുട്ടി എന്നാണ്. രണ്ടാമത് പറഞ്ഞത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു എന്നാണ്. മൂന്നാമത് സമ്മതിച്ചു എന്നാണ്. ഇങ്ങനെയൊക്കെ അറഫ എന്നുള്ള പദത്തിന് അർത്ഥമുണ്ട്. എന്നാൽ അതിൽ ആദ്യം പറഞ്ഞ നബി തങ്ങൾ കണ്ടുമുട്ടി. ആരെ കണ്ടു? അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സ്വർഗ്ഗത്തിൽ പടച്ചു. ആദം നബിയിൽ നിന്ന് ഹവ്വാനെയും സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ പടച്ചു. 2 പേരെയും സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയച്ചു. അല്ലാഹ് പുറത്താക്കി എന്ന് പറയാൻ പാടില്ല കേട്ടാ. ചിലവർ ചവിട്ടി പുറത്താക്കി എന്നൊക്കെ ചിലപ്പോൾ അറിയാതെ കൊണ്ട് പറഞ്ഞു. അമ്പിയാക്കളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു അമ്പിയാക്കളെ ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ആദരവ് പ്രകടിപ്പിച്ചതാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് എവിടെയാണ്? ഫിൽ അർളി. എവിടെയാണ്? ഭൂമിയിലാണ്. സൃഷ്ടിപ്പ്, പ്രൊഡക്ഷൻ അത് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നടന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് ഭൂമിയിലാണ്. ആ ഭൂമിയിലേക്ക് വരാൻ ചില വഴികൾ അള്ളാഹു തുറന്നു കൊടുത്തു. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു. നസല ഫിൽ ഹിന്ദ്. ആദം നബി എവിടെയാണെന്ന് ഇറങ്ങിയതെന്നറിയോ? എവിടെ ഇറങ്ങിയത്? നസല ഫിൽ ഹിന്ദി. ഇന്ത്യയിലാണ് ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. നമ്മുടെ മഹത്തായ രാജ്യത്തിന് പാരമ്പര്യമുണ്ട്. അത് മനുഷ്യനോളം പഴക്കമുള്ള പാരമ്പര്യമാണ്. നബിമാരോളം പഴക്കമുള്ള പാരമ്പര്യമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അവകാശം ഉന്നയിക്കണമെങ്കിൽ അവകാശം ഉന്നയിക്കാൻ അർഹനായ ഒറ്റൊരാൾ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. എല്ലാവരും വന്നവരാണ് കേട്ടാ. ഇവിടെ ഇന്ത്യയിൽ ആരും ഇവിടെ വന്നല്ല, എല്ലാവരും വന്നവരാണ്. പക്ഷെ ആദ്യം വന്ന സ്വർഗത്തിൽ നിന്നാണ്. അത് ഭൂമിയിലേക്ക് ആദ്യത്തിയത് ഇന്ത്യയിലാണ്. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോൺ, ശ്രീലങ്ക, ഇന്നും ആദം മൗണ്ട് എന്ന് പറഞ്ഞ മല ശ്രീലങ്കയിലുണ്ട്.
ആ മല കാണാൻ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണല്ലോ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് മദീനയിൽ നിന്ന്. അങ്ങനെയാണല്ലോ ചേരമാൻ പെരുമാളിനെ കണ്ടുമുട്ടിയത്. അങ്ങനെയാണല്ലോ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കണ്ട് സലാലയിൽ വെച്ചുകൊണ്ട് വഫാത്തായത്. അറിയാം. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ശ്രീലങ്കയിൽ ഇന്ത്യയിലിറങ്ങി ഇവിടെ നടന്നുപോയി പരിശുദ്ധമായ മക്കയിലേക്ക്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നസലത്ത് ഫീ ജിദ്ദ. ഹവ്വാ എവിടെ ഇറങ്ങിയെന്നറിയോ? ജിദ്ദയിലാണ്. സൗദിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സ്ഥലമാണ് ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ട്. ജിദ്ദ എന്ന് പറഞ്ഞാൽ ജദ്ദ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ, വല്യമ്മ എന്ന അർത്ഥത്തിലാണ് ജിദ്ദ എന്നുള്ള പ്രയോഗം ഉള്ളത്. ഇരിക്കട്ടെ, ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നടന്നുപോയി. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ സൗദിയിൽ കിടന്ന് കറങ്ങാണ്. അവസാനം രണ്ടുപേരും കൂടെ അല്ലാഹു തആല ഒരുമിച്ച ഭൂമിയാണ് ഇതുപോലെ ഇത്. ഇവിടെ അല്ലേ രണ്ടു കണ്ടുമുട്ടിയ സ്ഥലം ഏതാ? അറഫ. എന്താണ് അഥവാ നമ്മുടെ വല്യപ്പയും നമ്മുടെ വല്യമ്മയും ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹവ്വാ റളിയല്ലാഹു അൻഹ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് അറഫ. ഈ ഭൂമിയിൽ ആദ്യമായി മനുഷ്യർ ഒരുമിച്ച് കൂടിയ സ്ഥലം അറഫയെ ഇന്നും ആദരിക്കുകയാണ്. അറഫ എന്നും ഓർക്കുകയാണ്. അറഫ എന്നും അനുസ്മരിക്കുകയാണ്. അബാപ്പാന ഉമ്മാനെ ഇന്നും ഓർക്കുകയാണ് ഹജ്ജിലൂടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ചെല്ലുന്നവർ അറഫയിലേക്ക് എത്താതെ ആദം നബിയും ഹവ്വാ നബിയും ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് പോയി നിൽക്കാതെ ഒരു സെക്കൻഡെങ്കിലും ദുൽഹിജ്ജ 9 ളുഹർ മുതൽ പിറ്റേന്ന് സുബഹിക്കിടയിലുള്ള വിശാലമായ സമയത്തിനിടയിൽ ഒരു സെക്കൻഡെങ്കിലും അവിടെ പോയി നിൽക്കാതെ ഹജ്ജ് കിട്ടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി എന്താ ഉണ്ടായത്? ഫഇദാ അഫദതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അറഫ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും മോനെ? എങ്ങോട്ട് പോവാ? അറഫയിൽ ആദ്യമായി പിന്നെ എങ്ങോട്ട് പോവാ? മുസ്ദലിഫയിലേക്ക് പോകും. എന്താണ് മുസ്ദലിഫ? മുസ്ദലിഫയിലേക്ക് രാത്രി എത്തിച്ചേരാം. രാത്രി പകുതി കഴിഞ്ഞാൽ അവിടെ എത്തണം. എന്നിട്ട് അവിടെ പോയി കിടന്നുറങ്ങുക. ഹജ്ജ് ഭയങ്കര രസാ. കിടന്നുറങ്ങുക, കല്ലെടുത്തെറിയ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഒരു ഭാഗത്ത് പോയി ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക. ഇതാണ് ഹജ്ജ്. ഓർമ്മകളാണ്, ഓർമ്മകൾ. അമ്പിയാക്കളുടെ ത്യാഗപൂർണമായ റബ്ബിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച അമ്പിയാക്കളുടെ ഓർമ്മ. ഇരിക്കട്ടെ സഹോദരന്മാരെ, മുസ്ദലിഫ. ആ മുസ്ദലിഫയിൽ ആപ്പാക്കൽ ഹജ്ജിന്റെ വാജിബാത്താണ്, നിർബന്ധ ഘടകമാണ്. അവിടെ എത്തിയിട്ട് എല്ലാവരും കിടന്നുറങ്ങും. എവിടെ ഉറങ്ങുക മോനെ? അവിടെ ഉറങ്ങാൻ ബെഡുണ്ടാ? കട്ടിലുണ്ടാ? മുസ്ദലിഫയിൽ ഉണ്ടാ? ഒന്നുമില്ല. ചരൽ വിരിച്ചിട്ടുള്ള മണ്ണ്, ഒരു മൈതാനം. മുതലാളിമാര് AC ഇല്ലാതെ ഉറങ്ങാറില്ല, മെത്തയില്ലാതെ ഉറങ്ങാറില്ല. സ്ഥലം മാറിക്കളഞ്ഞ ചില ഉമ്മാർക്കൊന്നും ഉറക്കം വരില്ല. പക്ഷെ അവിടെ ഒരു സ്ഥലം, 1 ഇഞ്ച് സ്ഥലം കിട്ടാൻ, ഏത് സ്ഥലം? ആ പറമ്പിൽ അല്പ സ്ഥലം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഉമ്മാരൊക്കെ തപ്പിത്തരം നടക്കാൻ. ഓ, ഇവിടെ സ്ഥലം കിട്ടാ. അവിടെ ഒരു വിരി വിരിച്ചു ഉള്ളവര്, അല്ലെങ്കിൽ വിരി ഉണ്ടാവില്ല, അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. എന്തിനാ ഉറങ്ങണമെന്നറിയോ? എന്തിനാ കിടക്കുന്നത്? അവിടെ ഒരു ഉറക്കമുറങ്ങിയിട്ടുണ്ട്, ഒരു കിടത്തമുണ്ടായിട്ടുണ്ട്. ഭൂമിയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ആദ്യമായി ഒരുമിച്ച് ചേർന്ന് കിടന്നുറങ്ങിയ സ്ഥലം, ആദ്യമായി ഭൂമിയിൽ മണിയറ പങ്കിട്ട സ്ഥലം, ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരുമിച്ച് കിടന്നുറങ്ങിയ സ്ഥലം, അവിടെ ഹാജിമാര് പോയി കിടന്നുറങ്ങുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളെടുത്ത് പരിശോധിച്ചോ, അമ്പിയാക്കളുടെ ഓർമ്മകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. നിങ്ങൾ നോക്കൂ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമർ, ആരെങ്കിലും ഹജ്ജ് ഉംറ ചെയ്താൽ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. മോനെ ശ്രദ്ധിക്കണട്ടാ, ശൈലി ശ്രദ്ധിക്കണട്ടാ.
അല്ലെങ്കിൽ ഹജ്ജിന് ഉംറക്ക് പോയാൽ സഫാ മറവയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഫലാ ജുനാഹ്, കുറ്റം കിട്ടില്ല. നടന്നോ, നോ പ്രോബ്ലം. എന്തപ്പത്? നിങ്ങൾ നിസ്കരിച്ചോ, നിസ്കരിച്ചാൽ അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും അല്ലേ? ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിക്കും, അതിന് പ്രതിഫലം കിട്ടും, ദോഷം പൊറുക്കും, സ്വർഗം കിട്ടും എന്നൊക്കെ അല്ലേ ഓരോ അമൽ ചെയ്യും പറയാം. സഫാ മർവനെ കുറിച്ചിട്ട് പറയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളീം, ഫലാ ജുനാഹ അലൈഹി, കുഴപ്പമില്ല കേട്ടോ, കുറ്റം കിട്ടില്ല കേട്ടോ. എന്റെ അങ്ങനെ പറയാനുള്ള കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നുണ്ട്, സഫാ മർവയിലൂടെ ഇന്ന് ഹാജിമാര് നടക്കാറുണ്ട്. എന്നാൽ ജാഹിലിയ്യ കാലത്ത് ഫത്രത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി പ്രഖ്യാപിക്കപ്പെടുന്ന സമയം അന്നും അവിടെ ഒരു സഅയ് ഉണ്ടായിരുന്നു. ജാഹിലിയ്യ കാലത്തും സഅയ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സഅയ് എന്നറിയോ? പരിശുദ്ധമായ കഅബ ശരീഫിന്റെ അകത്ത് വെച്ചുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും അല്ലാഹു വിലക്കിയിട്ടുള്ള വ്യഭിചാരം ഹറാമു ചെയ്തു. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് വ്യഭിചരിച്ചു. ആ സെക്കൻഡിൽ തന്നെ അല്ലാഹു തആല അവ രണ്ട് കല്ലുകളാക്കി മാറ്റി. ഈ രണ്ട് കല്ലുകളെ പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്ന ആളുകൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പുരുഷനായ അബിംബത്തെ കല്ലിനെ സഫാ കുന്നിന്റെ മുകളിലും സ്ത്രീയായ പെണ്ണിനെ കല്ലിനെ മർവ കുന്നിന്റെ മുകളിലും സഫാ മർവ, അത് പുല്ലിംഗമായും സ്ത്രീലിംഗമായും അതങ്ങനെ ഉപയോഗിക്കപ്പെടാൻ തന്നെ കാരണം ഒരു പക്ഷെ ഇതായിരിക്കാം. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, സഫാ പുല്ലിംഗമായി ഉപയോഗിച്ചു, മർവ മർവത്ത് അല്ലേ സ്ത്രീലിംഗമായിട്ട് ഹാത്ത കൊടുത്ത് ഉപയോഗിച്ചു. ഇതാണ് അതിന്റെ സംഭവം എന്നാണ്. ഇരിക്കട്ടെ, സഫയുടെ മുകളിൽ ആണിന്റെയും മർവയുടെ മുകളിൽ പെണ്ണിന്റെയും. ആളുകൾ വരും മക്കയിലേക്ക്, നോക്കും എന്താണ് ബിംബങ്ങൾ. അത് കഅബ ശരീഫിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അനാവശ്യം ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. അള്ളാഹു തആല അത് കല്ലാക്കി മാറ്റിയത്. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും പേടിയായി, എല്ലാവർക്കും കഅബയോട് ബഹുമാനായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോയി. അന്ന് കഅബത്തിന്റെ ചുറ്റുഭാഗത്തും കഅബത്തിന്റെ ഉള്ളിലും ബിംബങ്ങൾ അധിവസിക്കുന്ന കാല, ബിംബങ്ങൾ ആരാധിക്കപ്പെടുന്ന കാല. അപ്പൊ ആരോ മനസ്സിലാക്കിയത് കാര്യപ്പെട്ട ദൈവമാണ്. ഏത് ആ സഫന്റെ മുള്ളിൽ വ്യഭിചരിച്ച് വേണ്ടാത്തന ചെയ്ത പഴയ എന്തോ ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ ആൾക്കാർ അതിന്റെ മുകളിൽ കയറും, സഫാ കുന്നിന്റെ മുകളിൽ കയറും. എന്നിട്ട് ആ ബിംബത്തിന് പോയി തൊഴുതിട്ട് മറുവാ കുന്നിന്റെ മുകളിലേക്ക് പോകും. എന്നിട്ട് മറുവയുടെ മുകളിലുള്ള ആ പെണ്ണായ കല്ലിനെയും തൊഴും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുതുകൊണ്ട് ആരാധിച്ചുകൊണ്ടുള്ള ഒരു സഅയ് ജാഹിലിയ്യ കാലത്തിനുണ്ടായിരുന്നു. ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആ ജാഹിലിയ്യത്തിന്റെ സഅയ് കുറ്റമാണ്, പാടില്ലാത്തതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഓടുന്നത്, സഫയിൽ നിന്ന് മറവയിലേക്ക് നിങ്ങൾ പോകുന്നത് ഒരു ഉമ്മതിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഏതാണെന്നറിയോ? ആ ഉമ്മ ആരാണെന്നറിയോ? ബീബി ഹാജിർ റളിയല്ലാഹു അൻഹാ. എന്റെ മനമ്മാന്റെ പേര് എന്താ? ഉമ്മാന്റെ പേരെന്താ? ഹാജറ ബീവി അല്ലട്ടാ, എല്ലാവരും അങ്ങനെ പറയാം, ഹാജറ ബീവി ഹാജിർ റളിയല്ലാഹു. പറഞ്ഞോക്കാം, ഹാജിർ റളിയല്ലാഹു അൻഹാ. അറിയാലോ ചരിത്രം. നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഇദ് ഇബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയ്യതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായ നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിമിയ മില്ല, ആ ഇബ്രാഹിമിയ മില്ലത്തിന്റെ ആ മില്ലത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രതിജ്ഞയാണ് നമ്മൾ ഇഫ്തിതാഹിലൂടെ വജ്ഹത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വജ്ഹത്തു വജ്ഹിയ, മനസ്സിലിക്കാം, വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ബാക്കി ചൊല്ലിക്കാം. മറന്നുല്ലേ? പരീക്ഷക്കൊക്കെ പഠിച്ചതായിരുന്നു, മറന്നു. ചെല്ലായിട്ടാ മറക്കണത്. ചെല്ലേ. ഇന്ന
ഇനി പണിയെടുക്കൂട്ടാ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആൾക്കാരെങ്കിലും അവിടെ ഇന്ന സ്വലാത്തി എന്ന് പറയാറുണ്ട്. ശരിയല്ല, ഇന്ന സ്വലാത്തിയല്ല, സാധന ശ്രദ്ധില്ല. അവനെ ഇന്ന സ്വലാത്തിയല്ല, പിന്നെന്താ ഇന്ന സ്വലാത്തി എന്ന് ചൊല്ലിവെക്കാം. ഇന്ന സ്വലാത്തി. ഞാൻ ചേരമാൻ പള്ളിയിൽ എല്ലാ ഭാഗത്തും വജ്ജത്ത് നിസ്കാരത്തിൽ ചില ദിക്റുകളെ കുറിച്ച് അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ചൊല്ലി പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും എത്ര ചൊല്ലി കൊടുത്താലും പിന്നെ ഇന്ന സ്വലാത്തി ഇന്ന സ്വലാത്തി എന്ന് പറയുള്ളൂ. എങ്ങനെ ചെല്ലണം പോലെ ഇന്ന സ്വലാത്തി കൊടുക്കുമ്പോൾ പറയുന്നിട്ട് പോലെ നിസാമിസ്ത വന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നിട്ടാ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വജ്ജഹതു വജ്ഹിയ, ഞാനിതാ എൻ്റെ സർവ്വതും സമർപ്പിക്കുന്നു. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനും, നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൽബും കയ്യും കാലും ശരീരം മുഴുവനും. വജ്ജഹതു വജ്ഹില്ലദീ ഫതറസ്സമാവാതി വൽഅർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹുവാണ് എൻ്റെ മുമ്പിലുള്ളത്. അല്ലാതെ മറ്റൊന്നും ഇപ്പോൾ എൻ്റെ മുമ്പിലില്ല, എൻ്റെ ചിന്തയിലില്ല, എൻ്റെ കൽബിലില്ല, എൻ്റെ കാഴ്ചയിലില്ല, എൻ്റെ കാതിലില്ല. ചൊല്ലിക്കോനെ ഹസ്ബി റബ്ബി മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നെല്ലിക്കുത്ത് പറയും, പച്ച പൊള്ളു പറയും. എന്റെ കൽബിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഇതിനൊക്കെ വലിയ ബെഡായി വേറെ എന്താ? നേരെ തിരിച്ചാ പറയേണ്ടത്. അള്ള മാത്രമല്ലേ, ബാക്കി എല്ലാവരും ഉണ്ട് എന്നാ പറയേണ്ടത്. പക്ഷേ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ചിന്തയിൽ, അവരുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും ഒക്കെ അല്ലാഹു ഹാദിരി ചൊല്ല്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അവരുടെ കണ്ണിലും അല്ലാഹുവാണ്, അവരുടെ കാതിലും അല്ലാഹുവാണ്, അവരുടെ കൽബിലും അല്ലാഹുവാണ്. അവരുടെ എല്ലാം 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 അല്ലാഹു എന്നുള്ള ചിന്തയാണ്. ഔലിയാക്കൾ പഠിപ്പിച്ച ദിക്ർ ബറക്കത്തിന് വേണ്ടി നമ്മൾ ചൊല്ലുകയാണ്. ആ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയായാലോ, ആ ബറക്കത്ത് കൊണ്ട് നമുക്ക് തഖ്വയുണ്ടായാലോ, ആ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിച്ചാലോ. ചൊല്ലിക്കമോനെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ചില ആൾക്കാർ മാഫി ഖൽബി ഖൈറുല്ലാഹ് എന്ന് ചൊല്ലും. തെറ്റാണത് അല്ലേ? ചിലർക്ക് മാഫി ഖൽബി ഖൈറുല്ലാഹ്, അങ്ങനല്ല. മാഫി ഖൽബി എൻ്റെ കൽബിലില്ല, ഖൈറുല്ലാഹ് അള്ളാഹിൻ്റെ ഒരു ഖൈറുമില്ല, അള്ളാഹിൻ്റെ ഒരു നന്മ എൻ്റെ കൽബിലില്ല എന്നർത്ഥം. ആ സമയത്ത് എങ്ങനെ ചെല്ലേണ്ടത്? മാഫി ഖൽബി ഗൈറുല്ലാഹ്, ഗൈർ ഗൈൻ ട്ടാ, ഗൈരിൽ മഗ്ദൂബി ലില്ലേ, ആ ഗൈനാണ് ട്ടാ. ചൊല്ലിക്ക മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽഅർദ്. ഈ ആകാശഭൂമികളെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഫത്തറ, ഫാത്തിർ എന്ന് പറഞ്ഞാൽ മിൻ ഗൈരി മിസാലിൽ സബഖ്, ഒരു മുൻമാതൃകയില്ലാതെ, ഒരാളും പറഞ്ഞു കൊടുക്കാതെ, ഒരാളുടെയും സഹായമില്ലാതെ, ഒരാളുടെയും ആശ്രയമില്ലാതെ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, അതാണ് ഫാത്തിർ എന്ന് പറഞ്ഞാൽ. എന്റെ ശരീരം, ഞാൻ എല്ലാം സമർപ്പിക്കാൻ അല്ലാഹു ആരാ? ഓ, ഞാൻ ഇത്ര മാത്രം എന്റെ കണ്ണും കാതും കൽബും കയ്യും എല്ലാം കൊടുത്തിരിക്കാല്ലേ? അത് മാത്രം, അത്രമാത്രം സമർപ്പിക്കാൻ അല്ലാഹ് ഉണ്ടോ? ഉണ്ട്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽഅർദ്. യോഗ്യനാണവൻ. 5 നേരവും പോയി മുന്നിൽ പോയി സാഷ്ടാംഗം ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ യോഗ്യനാണവൻ. കാരണം എന്താണ്?
ഈ പ്രപഞ്ചത്തെ നീ അധിവസിക്കുന്ന ഭൂമി, നീ അധിവസിക്കുന്ന ഈ ഭൂമിയിലെ സകല വസ്തുക്കളും നിനക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം, വെളിച്ചം ഒക്കെ സമർപ്പിച്ചവൻ, സംവിധാനിച്ചവനാണ് അല്ലാഹ്. എന്റെ വിഷയം അതല്ല. ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഹനീഫ, ഹനീഫായ സമർപ്പണം. ഹനീഫ നേരെ, മിൻ ഗൈരി ത്വരീഖിൻ സിവാ, മറ്റൊരു വളഞ്ഞ വഴിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വ്യതിചലിക്കില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും പ്രകോപനങ്ങൾ ഉണ്ടായാലും, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര മുടക്കങ്ങൾ ഉണ്ടായാലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും ഞാൻ വ്യതിചലിക്കൂല. ഹനീഫ, ഈ ഹനീഫായ മില്ലത്ത് പഠിപ്പിച്ചതാണ് ഖലീലുല്ലാഹി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെളിച്ച വഴിയാണത്, തെളിച്ചു വെച്ച വഴിയാണത്. ഹനീഫായ മുസ്തഖീമായ വഴി. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ചില്ലറക്കാരനല്ല ഇബ്രാഹിം നബി, പതറാനെ പിടിച്ചിരുന്ന നബി. പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും മാറിയില്ല, പതറിയില്ല. പ്രകോപനങ്ങൾ ഉണ്ടായി കത്തിയമർന്നു കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് പറഞ്ഞു, നിന്നെ കഷ്ടമാക്കുമെന്ന് പറഞ്ഞു, നിന്നെ നാട് കടത്തുമെന്ന് പറഞ്ഞു. ആ സമയത്തൊന്നും കുലുങ്ങിയില്ല. അങ്ങനെയുള്ള നബിയാണ് ഇബ്രാഹിം നബി. إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما. നേതൃത്വത്തിലേക്ക് പൊട്ടിമുളച്ച് വന്നതല്ല. നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. ചില നേതാക്കളെ കുറിച്ച് പറയുന്നു, ആകാശത്ത് നൂലിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചത് പ്രയോഗമാണ്. ഇറങ്ങി വന്നത് എന്ന് വെച്ചാൽ നാടിന് വേണ്ടിയിട്ടോ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നേതാവാകാൻ വേണ്ടി വരുന്നവർ അങ്ങനെ വന്നവരല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യോഗ്യനാണ്, ആരും എതിര് പറയില്ല. അത്രമാത്രം സമർത്ഥനാണ്, കഴിവുള്ള ആളാണ്, ക്വാളിറ്റി ഉള്ള ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമർപ്പിച്ച ചില സംഭാവനകളുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വിഷമാവോ? സമയം വൈകുമോ? തുടങ്ങാൻ തന്നെ കുറച്ച് വൈകിയിട്ടുണ്ട്. പ്രയാസമില്ല. കട്ടൻ ചായ കൊടുക്കും ഇവർക്ക്, നാളെ കൊടുക്കാൻ ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് സലാത്തായിക്കോട്ടെ കട്ടൻ ചായ. പക്ഷേ ഇസാതെ ഇന്ന് കുറേ സലാത്തങ്ങൾ ഉറക്കെ ചെല്ലുമ്പോൾ കട്ടൻ ചായ ആയിട്ട് മാറും അല്ലേ? ഇൻഷാല്ലാ. നാളെ എന്താ ബിരിയാണി ഒക്കെ ഉണ്ടാ? ചോറുണ്ട് ഇൻഷാല്ലാ. ഉമ്മാര് ഉറങ്ങുന്നുണ്ട്? ആരെങ്കിലും അവിടെ ഇല്ലല്ലോ. ആരെ മുറുക്ക് മണിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇൻഷാല്ലാ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഈ സദസ്സിനെ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, റബ്ബേ. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളെ ഇദ്ബിതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്, ഈ കലിമാത്തുകളെ കുറിച്ച് വിശദീകരിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുറെ തഫ്സീറുണ്ട്. ആ തഫ്സീറുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തായി, ആ ഇബ്രാഹിം നബിയുടെ ചെടിയായി, ആ ഇബ്രാഹിം നബിയുടെ പാതയായി, ഇബ്രാഹിം നബിയുടെ നമ്മിലേക്ക് വന്ന പരിശുദ്ധമായ മാതൃക. അത് മനുഷ്യത്വത്തിൻ്റെതാണ്, ശുദ്ധീകരണത്തിൻ്റെതാണ്, മാനസികമായ പരിവർത്തനത്തിന് അനുകൂലമായതാണ്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന് അനിവാര്യമായതാണ്. എണ്ണി പറഞ്ഞു കലിമാത്തിന് സിദ്ദത്തും ഫിൽ ഇൻസാൻ സിദ്ദത്തും അർബഅത്തും ഫിൻ നുസ്ക്. അതിനെ ആ കലിമാത്തിൽ രണ്ടായിട്ട് വേർതിരിച്ചു പദയാഭാസങ്ങൾ. എന്നിട്ട് പറഞ്ഞു 6 കാര്യങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ഹൽഖുൽ ആന, നമ്മുടെ രഹസ്യഭാഗം ക്ലീൻ ചെയ്യുക. പലപ്പോഴും പലരും അശ്രദ്ധമാകുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോകും. ചിലപ്പോഴൊക്കെ ചില മയ്യത്തുകൾ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകട്ടെ, പലരുടെയും രഹസ്യഭാഗം ക്ലീൻ ആയിട്ടുണ്ടാവില്ല, നീക്കം
ചെയ്യേണ്ട നീക്കം ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അള്ളാഹു കലിമത്തായി പഠിപ്പിച്ചത് ഒന്ന് ഗുഹ്യഭാഗവും കക്ഷഭാഗവും. ഇത് രണ്ടും എപ്പോഴും ക്ലീൻ ആയിരിക്കണം. 40 ദിവസത്തിലധികം ഒരാളും അവിടെയുള്ളത് വളരാൻ അനുവദിക്കാൻ പാടില്ല. എനിക്ക് 40 ദിവസം ആപേക്ഷികമായിട്ട് ചില ആളുകൾക്ക് വളർച്ച കൂടും ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചിട്ട്. ചില ആളുകൾക്കൊന്നും അറിയില്ല. ഇത് പറയുമ്പോൾ അത് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇത് അശ്രദ്ധമായി പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. രഹസ്യഭാഗം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് മില്ലത്ത് ഇബ്രാഹിം, ഹനീഫായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയെ പാതയെ ഞാൻ പിന്തുടരുന്നു എന്ന് 5 വഖ്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ വജ്ഹത്തിലൂടെ നമ്മൾ സുന്നത്തായിട്ട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു, ദുആഉൽ ഇഫ്തിതാഹ് സുന്ന ഫഖീല യജിബു, നിർബന്ധമാണ് എന്ന് വരെ പഠിപ്പിച്ചു വജ്ഹത്ത്. ആ വജ്ഹത്തിൽ പറയണം ഹനീഫായ മാർഗം. ഹനീഫായ മാർഗം ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം. ആ ഇബ്രാഹിം നബിയുടെ മാർഗം ഫോളോ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ്. എന്ന് വെച്ചാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ രഹസ്യഭാഗത്തെ ക്ലീനിങ് 40 ദിവസത്തിൽ കൂടുതൽ വിട്ടുപോകാൻ പാടില്ല. അതിനു മുമ്പ് ചിലർക്ക് ആവശ്യമായി വന്നേക്കാം. എന്റെ പോലെ തന്നെ ലത്ഫുൽ ലിബ്തി വൽ ഖിതാൻ. അത് പിന്നെ നമ്മൾ സുന്നത്ത് കല്യാണം എന്ന് പറയില്ലേ, അത് സംഗതി സുന്നത്തല്ല, ഫർളാണ്. പക്ഷെ അത് ഇബ്രാഹിമിയ സുന്നത്ത് എന്ന അർത്ഥത്തിലാണ്. ഇബ്രാഹിം നബിയാണ് ആദ്യമായിട്ട് ഖിത്താൻ കഴിച്ചതെന്നാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ചര്യ എന്ന അർത്ഥത്തിലുള്ള സുന്നത്താണ്, അതല്ലാതെ കർമ്മ നിർബന്ധമാണ്. ആ കർമ്മം നിർബന്ധമാണ്. അപ്പൊ ഖിത്താൻ അത് പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അറിയാതെ തന്നെ കഴിച്ചു പോകും. ഇപ്പൊ പണി തീരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഉമ്മാർക്കും ഉപ്പാർക്കും പണി കിട്ടാതിരിക്കാൻ വേണ്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നെ 3-ാം ദിവസം തന്നെ പരിപാടി അവസാനിപ്പിക്കും. അതിന് നോക്കാൻ കിടക്കണം. ഇരിക്കട്ടെ, ഖിത്താൻ ഇബ്രാഹിം നബിയുടെ ഇബ്തലാ കലിമാത്തിൽ പെട്ടതാണ്. മറ്റൊന്നാണ് തഖ്ലീമുൽ അദ്ഫാർ, നഖം മുറിക്കുക എന്നുള്ളത്. നഖം ഇതുപോലെ തന്നെയാണ്. നഖം നീട്ടി വളർത്തൽ ചില ആളുകളെങ്കിലും അതൊരു പുണ്യകർമ്മമാണ്, ചില ആൾക്കാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയല്ല. നഖം അത് വെട്ടിക്കളയണം, വളർത്താൻ പാടില്ല. ഇന്ന് വളർത്തുകയും ചെയ്യുന്നു ചില കുട്ടികൾ. ഇവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ, അതെ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ചില കുട്ടികൾ നെയിൽ പോളിഷ് നഖത്തിന്റെ മുകളിൽ ചായം ഇതാക്കുന്നു, പോളിഷ് അടിക്കുന്നു. അപകടമാണത്. അപകടമാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാൻസർ ബാധിച്ച സ്ത്രീകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇതൊരു പ്രത്യേകമായ ഒരു കോട്ടിംഗ് ആണ്. ഇതിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ നെയിൽ വാർണിഷ് എത്ര പറയാം. വാർണിഷ് മനസ്സിലായവനെ, വാർണിഷ് അറിയാം. ഈ മരത്തിന്റെ മുകളിലൊക്കെ അടിക്കില്ല ലാസ്റ്റ് ഒരു കോട്ടിങ്, വാർണിഷ് എന്ന് വെച്ചാൽ അതിന് വെള്ളം തട്ടാതിരിക്കാൻ, അതിൻ്റെ മുകളിൽ ചെതിര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോട്ടിംഗ് ആണ് ശരിക്കും നെയിൽ വാർണിഷ് എന്നതിൻ്റെ പേര്. എന്നെ പോലെ തന്നെ ഇംഗ്ലീഷിൽ മറ്റൊരു പേര് നെയിൽ ഇനാമിൽ എന്നാണ്. അതൊരു കോട്ടിങ്ങിന് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വെള്ളം ചേരില്ല എന്നർത്ഥം. നെയിൽ പോളിഷ് ചെയ്താൽ പിന്നെ അതിലേക്ക് വെള്ളം ചേരില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന സഹോദരിമാര്, കൂട്ടുകാരെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന കോളേജിലുണ്ടെങ്കിൽ, സ്കൂളിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, അത് പാടില്ലാത്ത പ്രവർത്തനമാണ്. എന്നതിനപ്പുറത്തേക്ക് ആ സഹോദരി കുളിച്ചാൽ അവരുടെ കുളി സഹീഹാകില്ല കേട്ടോ. അവരുടെ വുളൂ സഹീഹല്ല, അവരുടെ ജനാബത്ത് ഉയരുന്നില്ല. അവർ ഹൈല് കുളിച്ചാൽ ഹൈല് കുളിയും ശരിയാകുന്നില്ല. മൈലാഞ്ചി പോലെയുള്ള കളർ പോലെയല്ല മറ്റുള്ള നെയിൽ പോളിഷുകൾ. മൈലാഞ്ചി കിട്ടുന്ന നഖം ചുവപ്പിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെയല്ല ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഈ രൂപത്തിലുള്ള കോട്ടിങ്ങുകൾ, ഇനാമിൽ പെയിന്റ് പോലെ, വാർണിഷ് പോലെ. അത് പിന്നെ എന്തിനാണ് അവിടെ ഒരു വസ്തു അങ്ങോട്ട് കടക്കാതിരിക്കാൻ രൂപത്തിൽ കവറിങ് ചെയ്യണം. ഈ കവറിങ് എന്റെ പോലെ തന്നെ സഹോദരിമാരെ, ഇന്ന് ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം വ്യാപകമാണ്. ഇവിടെ ഉണ്ടത് ഇല്ല, ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഇവിടെ ഒക്കെ നല്ല സഹോദരിമാരായിരിക്കും, നല്ല ഈമാനുള്ളവരാ.
ഇന്ന് വല്യമാരടക്കം ലിപ്സ്റ്റിക് ഇടുന്നത് ആരും കാല. മനുഷ്യത്തിന്റെ കോലം തന്നെ ഉണ്ടാവില്ല. കണ്ടാൽ തന്നെ അറപ്പ് തോന്നില്ലേ? ഞാൻ വെറുതെ പറയണോ? കണ്ടാൽ തന്നെ അറപ്പ് തോന്നും. മറ്റങ്ങളെ വിചാരത്താണ് ഇട്ട് ചോപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ ഭംഗിയാണെന്നാ. വല്ല ഭംഗി ഉണ്ടാവുമോ? ഇവര് ഈ സിനിമാ നടിമാര് സീരിയലിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങളൊക്കെ സ്ക്രീനിൽ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ തിളക്കം കാണുമ്പോൾ ഞാൻ അതേപോലെ ആകുന്നതാണ്. ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. കണ്ടാൽ അറപ്പാകുന്ന രീതിയിലുള്ള ഈ രൂപത്തിലുള്ള ചായം പൂശുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിനീതൻ 11 വർഷത്തോളം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സമീപത്തുള്ള സാന്ത്വനമാർ എന്ന് പറയുന്ന പള്ളിയിലെ ഖത്തീബായിരുന്നു. 11 കൊല്ലം സേവനം ചെയ്തു. കൂടുതൽ ഡോക്ടർമാരുടെ കൂടെ ഉണ്ടാകുക. എല്ലാ വ്യാഴാഴ്ചയും MBBS-നും BDS-നും നഴ്സിംഗിനും പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരത്തെ ആ കുട്ടികൾ വരും. 70-80 കുട്ടികൾ ഉണ്ടാവും ക്ലാസ്സിൽ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ആ സ്ഥാപനത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അവിടെ ഡോക്ടർമാര് കുട്ടികൾ അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു അത് എഴുതി വെച്ച കുറച്ച് ഞാൻ നോട്ട്സ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചുണ്ടിന്റെ തനി നിറം, യഥാർത്ഥമായ നിറം ഉണ്ടല്ലോ, അഴകുള്ള നിറം, ഭംഗിയുള്ള നിറം, ആ ഒരു ഗ്ലൈസിങ്, ആ ഒരു എന്താ പറയാ, എന്തിനു പറയാ, ഭംഗി, അത് ലിപ്സ്റ്റിക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നഷ്ടപ്പെടും. നാട്ടുകാരെ കാണിക്കാനിട്ട് പോണത്. പക്ഷെ ആ കുട്ടി ഇപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്നല്ല, 5ാം ക്ലാസ്സിൽ നിന്നല്ല, ചെറിയ കുട്ടികളടക്കം ലിപ്സ്റ്റിക് നടക്കുക. ഈ കുട്ടികൾ വലുതാകുന്ന സമയത്ത് ചുണ്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല. കെട്ടിക്കാൻ നേരത്ത് പുതിയാപ്പള വരുമ്പോഴൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് നിർത്തും. അയാൾ മണിയറയ്ക്ക് വരുമ്പോഴാണ് ഇതപ്പോൾ കോലൊന്നു. ഇത് വെറുതെ പറയല്ല, മനസ്സിലാക്കണമെന്ന്. വ്യാപകമായ ദുരന്തമായി നമ്മുടെ ചെറിയ കുട്ടികൾ വരെ ഇന്ന് ലിപ്സ്റ്റിക് വ്യാപകമായി ഉപയോഗിക്കുന്നു. മരിച്ച വീട്ടിൽ പോകുമ്പോൾ വരെ ഈ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഒന്ന് വെച്ച് തേച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തൊരു കുറവുള്ളത് പോലെയാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. രക്ഷിസ്ഥ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടാ ആരും മുന്നോട്ടില്ല, എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടെന്നും ഇല്ലാന്നും പറയണില്ല. കാഡ്മിയം, ക്രോമിയം എന്ന് പറയുന്ന 2 കെമിക്കൽസ് ആണ് ലിപ്സ്റ്റിക്. അത് തിളങ്ങി നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് രണ്ടും ക്യാൻസർ വരുത്തി തീർക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ അതിലൂടെ അകത്തേക്ക് ചെന്നാൽ. എന്നെപോലെ തന്നെ ഇന്ന് ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് ചുണ്ടിന് തിളക്കം കൂട്ടുന്ന കുറച്ച് വേറെ ലിപ് ലൈനർ, എന്നെപ്പോലത്തെ ലിപ് ഗ്ലോസ് പോലെയുള്ള വസ്തുക്കൾ, രാസവസ്തുക്കൾ ഇന്ന് വിപണിയിൽ സജീവമാണ്. ഒരു പക്ഷേ ചുവപ്പൊന്നും ഉണ്ടാവില്ല, ഉള്ള ചുണ്ടിനെ ഒന്നുകൂടി ഗ്ലേസിംഗ് ചെയ്ത് മറ്റുള്ളവർക്ക് ആകർഷിക്കുന്ന രീതിയിൽ ചില കുട്ടികളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അപകടമില്ല. നേരത്തെ പറഞ്ഞതിനേക്കാൾ അപകടമാണിത്. നേരത്തെ പറഞ്ഞ ലിപ്സ്റ്റിക്കിനേക്കാൾ അപകടമാണ് ലിപ്പി ഗ്ലോസും അതേപോലത്തെ ലിപ്പി ലൈനറും. ഇത് വലിയ പ്രശ്നക്കാരാ, മറ്റതിനേക്കാൾ പ്രശ്നക്കാരാ. അതുകൊണ്ട് സഹോദരിമാരെ, ഉമ്മമാരെ, മറ്റേ ചെറിയ മക്കളുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, പൊന്നു മക്കളെ, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ നശിപ്പിക്കല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെ കാണിക്കാനാ നിങ്ങൾ ഈ ഭംഗി കൂട്ടുന്നത്? നമ്മൾ ഭംഗി കൊടുക്കേണ്ടത്, സന്തോഷിപ്പിക്കേണ്ടത് ഭർത്താവിനെയാണ്, നമ്മുടെ പുതിയ ആപ്പിളയാണ്. ആ പുതിയ ആപ്പിള വരുമ്പോഴേക്ക് നിങ്ങളുടെ ഭംഗി മുഴുവനും നശിച്ചു പോയാൽ, നിങ്ങളുടെ ചുരുണ്ട് മുഴുവനും വരണ്ടു പോയാൽ, നിങ്ങളുടെ ചുരുണ്ട് മുഴുവനും കറുത്തു പോയാൽ, നിങ്ങളുടെ ചുണ്ടിന്റെ ഭംഗികൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയാൽ, ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പബ്ലിക്കായ വേദിയിൽ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത്രമാത്രം വ്യാപകമായിരിക്കുന്നു. വല്യമ്മമാര് വരെ വ്യാപകമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് എന്തോ സംഭവമാണെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായ നിറം മാറിയാൽ, നിറം മാറ്റിവെച്ചാൽ, അതിന് പകർച്ച വന്നാൽ ഭംഗി നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ ചേത്താമാരെ ഓർത്ത് നോക്കുമ്പോൾ ഉണ്ടാവുക ഓവറായ, ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി തന്നെ അഭിപ്രായം. ചേത്താമാരെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് കാണുമ്പോൾ കുറച്ചൊരു വൃത്തിയുണ്ട്. ഇതിങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വിളിക്കില്ല, അത് കാരണം ഞാൻ പറയണില്ല. അത് മറ്റൊരു വശം. എന്നാൽ അതിന്റെ ദുരന്തമുള്ള മറ്റൊരു വസ്തുതയുണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ. അത് മറ്റൊന്നുമല്ല, ലിപ്സ്റ്റിക് എന്നുള്ളത്
അതേപോലെയുള്ള നിങ്ങൾ ലിപ്പ് ഗ്ലോസ്, ലിപ്പ് ലൈനർ പോലെയുള്ള വസ്തുക്കൾ, ചായങ്ങൾ നിങ്ങൾ ചുണ്ടിൽ തേച്ചാൽ, അന്നേ ദിവസം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്താൽ ആ ചുണ്ടിലേക്ക് വെള്ളം ചേരുന്നില്ലല്ലോ. ചുണ്ടിന്റെ പുറമെയുള്ള ഭാഗം അകത്തേക്ക് വെള്ളം മുഖം കഴുകുമ്പോൾ അകൽ നിർബന്ധമില്ല. ചുണ്ട് നാം അടച്ചു പിടിച്ചാൽ വെളിവാകുന്ന ചുണ്ടിന്റെ പ്രതലമുണ്ടല്ലോ, ആ പ്രതലത്തിൽ വെള്ളം ചേരൽ നിർബന്ധമാണ്. ഈ രൂപത്തിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു ഉമ്മയുടെ, ഒരു സഹോദരിയുടെ, പെൺകുട്ടിയുടെ വുളൂ ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയല്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. കൂട്ടത്തിൽ സഹോദരന്മാർക്ക് വേണ്ടി കൂടി ഞാൻ പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു ചര്യ ഖസ്സു ശാരിബി, മീശ വെട്ടുക എന്നുള്ളതാണ്. മീശ ഒതുക്കി വെട്ടണം. മീശ വെട്ടുമ്പോൾ ചുണ്ടിന്റെ ചുവപ്പ് മറയാൻ പാടില്ല. മീശ ചുണ്ടിന്റെ ചുവപ്പ് മറയുന്ന രീതിയിൽ കവറിങ് ഉണ്ടാകാൻ പാടില്ല. കവറിങ് ചുണ്ടിലേക്ക് താഴ്ന്നു കിടക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുടികൾ സൂക്ഷിക്കുന്നത് കൊണ്ട് വിരോധമില്ല, ഭംഗിയാക്കാം, എണ്ണ പുരട്ടാം, മൈലാഞ്ചി ഇടാം, ഒക്കെ ചെയ്യാം. പക്ഷേ മുടി കറുപ്പിക്കാൻ പാടില്ല. ഖാല റസൂലുള്ളാഹ്, മുടി കറുപ്പിക്കാൻ പാടില്ല. സമാനമായ അനുഭവം തന്നെയാണ്. മുടി കറുപ്പിക്കാൻ പാടുമോ ഇല്ലയോ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. താടി വടിക്കാൻ പാടുമോ ഇല്ലയോ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുന്ന ഈ സമത്ത് ഞാൻ പറയട്ടെ, താടി വളർത്തൽ സുന്നത്താണ്, താടി വടിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞ് സാരപ്പെടുത്തേണ്ടതല്ല. തഹരീമിന്റെ കറാഹത്താണ്, സാധാരണ കറാഹത്തല്ല താടി വടിക്കുന്നത്. തഹരീമിന്റെ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ഹറാമിനോളം സാദൃശ്യമുള്ളതാണ് താടി വടിക്കുന്നത്. രക്ഷിക്കട്ടെ. ആമീൻ സ്ട്രോങ് പോരാ, ആമീനെ അത്ര കണ്ട് പോരാ, നല്ല സ്ട്രോങ് വേണം കേട്ടാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതും ഇരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ താടി, നിങ്ങളുടെ മീശ അത് കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഡൈകളുണ്ട്, മുടി കറുപ്പിക്കുന്ന ക്രീമുകളുണ്ട്. അത് കറുപ്പിച്ചാലും ഈ പറയപ്പെട്ടതുപോലെ ക്രീമുകളെ കുറിച്ച് ചെറിയ പഠനം നടത്തിയപ്പോൾ വ്യത്യസ്തങ്ങളായ ക്രീമുകളുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ക്രീമുകളുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടാ. ഇതുപോലെ മൈലാഞ്ചി പോലെ, മൈലാഞ്ചി ഒരു സുന്നത്താണ്. തലയിലും താടിയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുടി മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. അപ്പൊ മുടി കറുപ്പിക്കാൻ വേണ്ടി ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന വസ്തുക്കൾ, ഇനി ഒരാൾക്ക് കറുപ്പിച്ചേ തീരൂ, അങ്ങനെ ഒരാൾ ശപഥം ചെയ്തു, അത് സംഗതിക്കാൻ തെറ്റായിപ്പോട്ടെ, എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കറുപ്പിക്കണം എന്നൊരാൾ വാശി പിടിച്ചാൽ അവർക്ക് വേണ്ടി പറയാൻ ഇഷ്ടം, അതല്ലാതെ പ്രോത്സാഹിപ്പിക്കാനില്ല. നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പറയപ്പെട്ടതുപോലെ ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ഡൈകൾ മുഴുവനും മുടിയുടെ മുകളിൽ കോട്ടിംഗ് ആണ്. ഈ പറഞ്ഞതുപോലെ പോളിഷിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അതിലൂടെ മുടിയിലേക്ക് വെള്ളം ഇറങ്ങില്ല. മൈലാഞ്ചി പോലെയല്ല, മറ്റു കറകളെ പോലെയല്ല. ആ രൂപത്തിലുള്ള കറുപ്പിക്കുന്ന രാസവസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ പറഞ്ഞതുപോലെ വുളൂ സഹിയാകില്ല, കുളിയും സഹിയാകില്ല, ജനാബത്ത് ഉയരില്ല. അതൊക്കെ പോട്ടെ, ജനാബത്തോടുകൂടെ പള്ളിയിലേക്ക് വരുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ജനാബത്തോടുകൂടെ പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഹറാമാണ്. നിങ്ങൾ പള്ളിയിലേക്ക് വന്നതും ഇരുന്നതും ഹറാമായി പോയി. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എപ്പോഴാ മരിക്കാന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാണ് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികാന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തും ഏത് സെക്കൻഡിലും വരാം, ഏത് നിമിഷത്തിലും വരാം, ഏത് ഘട്ടത്തിലും വരാം. പിടിച്ചു കൊണ്ടുപോയി എല്ലാവരും അതാ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, എൻ്റെ റൂഹ് പിരിഞ്ഞു പോയാൽ, എന്നറിയുന്ന ധാരാളം എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ ഇവിടെയുണ്ട്. ചേരമാന
പള്ളിയിലുണ്ട്. ഞാനുമായി പ്രവർത്തിച്ച പ്രതലങ്ങളിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ധാരാളം മുഹിബ്ബീങ്ങളുണ്ട്. ഒരുപക്ഷെ അവരെല്ലാവരും വരും എൻ്റെ നാട്ടിലേക്ക്, വരവൂരിലേക്ക്. സെക്രട്ടറി പറഞ്ഞതുപോലെ മസ്താനുപ്പാപ്പാന്റെ നാട്ടിലേക്ക് വരവൂർ അങ്ങാടിയിൽ വന്നു, അല്ലെങ്കിൽ മസ്താനുപ്പാപ്പാന്റെ മക്കാമിന്റെ സമീപത്ത് വന്നു. നിങ്ങൾ ചോദിക്കോ, അബ്ദുൽ അസീസ് നിസാമി ഉസ്താദിന്റെ വീടോട് ചോദിക്കോ? മോനെ ചോദിക്കോ? ഉസ്താദിന്റെ വീട് അങ്ങനെയല്ല ചോദിക്കുക. പിന്നെ എന്താ ചോദിക്കുക? ആ മരിച്ച വീട് അല്ലേ? ആ മരിച്ച വീട് എവിടെ? എപ്പോഴാ ആ മയ്യത്തെടുക്കുക? എപ്പോഴാണ് മയ്യത്ത് മറവ് ചെയ്യുക? ഏത് പള്ളിയിലാ മയ്യത്ത് നിസ്കാരം? എവിടെ മയ്യത്ത് കിടത്തിയിട്ടുള്ളത്? അതുവരെ ഞാൻ നിസാമിയാണ്, അതുവരെ ഞാൻ കാമിൽ സഖാഫിയാണ്, അതുവരെ ഞാൻ ഉസ്താദാണ്, അതുവരെ ഞാൻ ഖത്തീബാണ്, അതുവരെ ഞാൻ ഇമാമാണ്, അതുവരെ ഞാൻ അബ്ദുൽ അസീസാണ്, അതുവരെ ഒരുപാട് സ്ഥാനമാനങ്ങൾ ദുനിയാവിൽ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ആ പേരിലാണ് വിളിച്ചത്. എന്നാൽ എൻ്റെ റൂഹങ്ങ് പിരിഞ്ഞു പോയാൽ പിന്നെ ഞാനും നിങ്ങളും വെറും മയ്യത്താണ്. കണക്ക് കൂട്ടിക്ക് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാവരും ചലനമറ്റ് കിടക്കുന്നു. നമ്മുടെ വീടിന്റെ കോലായിൽ നമ്മൾ ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. ആ സമയത്ത് ആരൊക്കെയോ വന്ന് ഖുർആനോ യാസീനോ ദുആ ചെയ്യുന്നു. മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ വന്നു പോകുന്നു. അതിനിടയ്ക്ക് ഒരു കാരണവര് വന്നിട്ട്, പള്ളിക്കമ്മറ്റിൽ ആള് വന്നിട്ട് പറയാണ്, ഇനി വെക്കണ്ട, സമയമായിട്ടുണ്ട്, ഖബർ റെഡിയാകാനായിട്ടുണ്ട്, പറഞ്ഞ സമയമായിട്ടുണ്ട്, കുളിപ്പിക്കാനെടുക്കാം. ഞാനും എന്നെയും നിങ്ങളെയും, എൻ്റെ ശരീരം വെള്ള പുതച്ച് കിടക്കുന്ന ശരീരം, പ്രിയമുള്ളവരെ, എൻ്റെ കൂട്ടുകാര്, നാട്ടുകാരൻ്റെ മഹല്ല് കമ്മിറ്റിയിലുള്ള ആളുകൾ വന്നു കുളിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച കുളിപ്പറയിലേക്ക് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എൻ്റെ മയ്യത്തെടുത്ത് കൊണ്ടുപോയി വെച്ചു. ഈ സമയത്ത് എന്നെ കുളിപ്പിക്കുകയാണ്, എൻ്റെ രഹസ്യഭാഗം ക്ലീൻ ചെയ്യുകയാണ്. എൻ്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ മുഴുവനും പുറത്തേക്കെടുക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ കക്ഷഭാഗം എൻ്റെ സുഹൃത്തുക്കൾ കാണുന്നുണ്ട്. എൻ്റെ രഹസ്യഭാഗം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടത്തെ കുറിച്ച് എൻ്റെ കൂട്ടുകാർ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, രഹസ്യഭാഗം എപ്പോഴും ക്ലീനായിരിക്കണം. അതവിടെ ഇരിക്കട്ടെ. അത്ര ഗൗരവമുള്ള വിഷയമല്ലെങ്കിൽ തന്നെയും ഗൗരവത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ രൂപത്തിലുള്ള ഡൈകൾ അടിച്ചുകൊണ്ട്, ഈ രൂപത്തിലുള്ള കളറുകൾ അടിച്ചുകൊണ്ടാണ് നിങ്ങൾ മരിച്ചു കിടക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ തലയിലേക്ക് വെള്ളം ചേരില്ല, നിങ്ങളുടെ മീശയിലേക്ക് വെള്ളം ചേരില്ല, നിങ്ങളുടെ താടിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമുണ്ട്. നിങ്ങളുടെ താടി കറുപ്പിച്ചതാണോ കുളിപ്പിക്കാമെന്ന് ചിന്തിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുളി ശരിയായിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാര്, ഉസ്താദുമാര്, തങ്ങന്മാര്, സയ്യിദന്മാര്, ഇവരെല്ലാവരും മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണേ, മയ്യിത്ത് നിസ്കാരം ശരിയാകണമെങ്കിൽ ഷർത്താണ് മയ്യത്തിന്റെ ശുദ്ധി മുന്തുക എന്നുള്ളത്. മയ്യിത്ത് നിസ്കരിക്കണമെങ്കിൽ കുളിപ്പിക്കൽ നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം കുളിപ്പിക്കേണ്ടത്, വേറൊന്നുമല്ല. മയ്യിത്ത് നിസ്കാരം ഹലാലാകാൻ വേണ്ടി മാത്രമാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ രൂപത്തിൽ ലിപ്സ്റ്റിക് ഇട്ടൊരു സഹോദരി, നെയിൽ പോളിഷ് ഉപയോഗിച്ചൊരു സഹോദരി, ഡൈ ഉപയോഗിച്ചൊരു സഹോദരൻ, അയാളുടെ മയ്യത്ത് കുളിപ്പിച്ചാൽ ആ മയ്യത്ത് ശുദ്ധിയാകുന്നില്ല. അയാളുടെ മുടിയിലേക്ക് വെള്ളം എത്തുന്നില്ല, കുളി ശരിയാകാത്തത് കൊണ്ട്. ഒരു പക്ഷെ അറിയപ്പെട്ട തങ്ങളായി ഇമാമ നിൽക്കാൻ വന്നിരിക്കുന്നത്. എല്ലാ പ്രമാണിമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. അവരൊക്കെ നിസ്കരിച്ച്, പക്ഷേ നിസ്കാരം ബാത്തിലാണ്. അവസാനമായി കിട്ടേണ്ട നിസ്കാരം നമുക്ക് ലഭിക്കാതെ പോകുന്നു. അല്ലാഹുവേ, റബ്ബേ, പടച്ചവനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ, ഈമാൻ തരണേ അല്ലാ. എന്നെ പോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ പറയുന്നു, ഇന്നി ഉഹിബ്ബു അൻ നതസയ്യന ലിൽ മർആ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങാറുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങാറുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, കമാ ഉഹിബ്ബു അൻ തതസയ്യന ലിൽ മർആ.
എൻ്റെ ഭാര്യ ഒരുങ്ങുന്നത് പോലെ, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ ഒരുങ്ങൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനും ഒരുങ്ങി തയ്യാറാകാറുണ്ട്, ഭംഗിയാകാറുണ്ട്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തോതി വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ഇത് വണ്ണയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യമാരെ നല്ല മഞ്ചത്തിമാരായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമാണ് അല്ലേ? പ്രകടിപ്പിച്ചില്ലെങ്കിലും നമ്മളത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിൽ പ്രകടിപ്പിക്കും. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല ബ്യൂട്ടി ആയിട്ട് നിൽക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആഗ്രഹിക്കേണ്ടത് തെറ്റൊന്നല്ല. അങ്ങനെയാണ് സഹോദരിമാർ നിൽക്കേണ്ടത്. വീടിന്റെ അകത്താണ് കൂടുതൽ ബ്യൂട്ടി ആവേണ്ടത്. അവിടെയാണ് കൂടുതൽ മനോഹരമായി ഭംഗിയായി സ്ത്രീകൾ ചെലവഴിക്കേണ്ടത്. നല്ല വസ്ത്രം ധരിക്കേണ്ടതും നല്ല സുഗന്ധം ഉപയോഗിക്കേണ്ടതും വീടിനകത്താണ്. തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനെ ആകർഷിക്കാൻ സുഗന്ധം പൂശിയാൽ, ഭംഗിയായാൽ, ആകർഷണമായാൽ, ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണ് ഭംഗിയായാൽ, സുഗന്ധം ഉപയോഗിച്ചാൽ, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, ആ പെണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. സ്വർഗ്ഗത്തിൽ ഒരിക്കലും കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം, അതിന്റെ പരിമളം പോലും ആ പെണ്ണിനെ ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുക്കില്ല. ഖാല റസൂലുള്ളാഹ്. ഹദീസിൽ കാണാം, സുഗന്ധം പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധം 500 കിലോമീറ്റർ വഴിദൂരം, 500 കിലോമീറ്റർ വഴിദൂരത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ 500 കൊല്ലത്ത് വഴിദൂരത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശുമെങ്കിൽ, 500 കൊല്ലത്തെ വഴിദൂരത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശുമെങ്കിൽ, ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനെ ആകർഷിക്കാൻ ഒരു പെണ്ണ് അത്തർ ഉപയോഗിച്ചാൽ, ഒരു പെണ്ണ് ബ്യൂട്ടിയായാൽ, ഒരു പെണ്ണ് സുന്ദരിയായാൽ, ഒരു പെണ്ണ് ഡ്രസ് ചെയ്താൽ, ഒരു പെണ്ണ് നല്ല മനോഹരമായി അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോയി മറ്റൊരു അന്യ പുരുഷനെ ആകർഷിക്കാൻ, അവരെന്നെ നോക്കണമെന്ന് ആഗ്രഹത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, മോളെ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും നിനക്ക് ഹറാമാണ് കേട്ടോ. നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ നല്ല വസ്ത്രത്തിൽ നിൽക്കണം, എൻ്റെ ഭാര്യ നല്ല വൃത്തിയുണ്ടാവണം, എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഭംഗിയുണ്ടാവണം. ആ രൂപത്തിൽ എൻ്റെ ഭാര്യയെ വൃത്തിയോടുകൂടെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഭംഗിയാകാറുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സുഗന്ധം ഉപയോഗിക്കാറുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഭംഗിയാകാറുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവണം, വൃത്തിയുണ്ടാവണം, ശുദ്ധിയുണ്ടാവണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞതൊക്കെ ഏത് രഹസ്യഭാഗം ക്ലീൻ ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. ചിലപ്പോഴൊക്കെ സ്മോക്കിംഗ് സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും, അതൊക്കെ പിന്നെ സഹിക്കുക. ഈ പാൻ മസാലകളൊക്കെ വായിൽ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അള്ളാഹു ഈമാൻ തരട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ തങ്ങൾ വീട്ടുകാരോട് സംസാരിക്കുന്നതിന് മുമ്പായി പല്ല് തേക്കാറുണ്ട്. സയ്യിദത്തുനാ ബീബി ആയിഷ മിസ്വാക്ക് ചെയ്തിട്ടേ നബി തങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാറുള്ളൂ. സമയം വൈകി, അത്രക്ക് നിർത്താം. സംഗതി നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കും, ഞാനിങ്ങനെ പറയും ചെയ്യും, ഒരുപാട് നേരം വൈകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചട്ടിയായി അവിടുന്ന് പഠിപ്പിച്ച ഹനീഫായ മില്ലത്ത് ഇബ്രാഹിമിയ
ആ മില്ലത്ത് ഇബ്രാഹിമിയെ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ വൃത്തിയുള്ളവരാവണം, രഹസ്യഭാഗം ക്ലീൻ ആവണം, എപ്പോഴും പല്ല് തേക്കണം, മിസ്വാക്ക് ചെയ്യണം. ലാ തജ്ലിബന്നൗമൻ വലാ തകുനാഇമാ ഇല്ലാ അലാ ദിക്രിൻ വതുഹിരിൻ കാമിലാ. വൃത്തിയില്ലാതെ ശുദ്ധിയില്ലാതെ ഉറങ്ങല്ലേ. മിസ്വാക്ക് ചെയ്ത് പല്ല് തേച്ച് വൃത്തിയായിട്ട് ഉറങ്ങണം. മോനെ പല്ല് തേക്കാറുണ്ടാ? ഇല്ലേ? പല്ല് തേക്കാറില്ലേ? ഇന്നത്തെ ശരിക്കും മൂളാത്തെങ്കില് രാവിലെ പല്ല് തേക്കില്ലേ? രാത്രി പല്ല് തേക്കുന്ന കുട്ടികൾ കൈപൊക്കിക്ക. രാത്രി പല്ല് തേക്കുന്ന കുട്ടികൾ കൈപൊക്കിക്ക. എങ്ങനെ നേരം കിട്ടുക? കാരണം ഈ മൊബൈൽ ഇങ്ങനെ നോക്കി യാ അള്ളാ, മൊബൈൽ ഒരു ഭാഗത്ത് കിടന്നുറങ്ങും. നമ്മൾ മൊബൈൽ ഉറങ്ങിയിട്ടേ നമ്മൾ ഉറങ്ങുള്ളൂ. അപ്പൊ പല്ല് തേക്കാൻ അവിടെ നേരം അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആ സുന്നത്ത് നമുക്കൊന്ന് എടുക്കാൻ തീരുമാനിച്ചാലോ? അത് തൗഫീഖ് ചെയ്യട്ടെ. മഞ്ചരാമി പറഞ്ഞു അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, കുടുംബത്തിൽ ഖൈറുണ്ടാകാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഒരുപാട് ആളുകൾ പുതിയാപ്പിളയായിട്ട് വന്നു ഫാത്തിമാനെ അന്വേഷിക്കാൻ, വിവാഹം ആലോചിക്കാൻ. ആർക്കും നിമിതങ്ങൾ ഫാത്തിമാനെ കൊടുത്തില്ല. വലിയ സമ്പന്നര് വന്നു, മുതലാളിമാര് വന്നു. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ വരന്മാരെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിമിതങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് വലിയ വീടായിരിക്കും, വാഹനമുണ്ടായിരിക്കും, സമ്പത്തുണ്ടായിരിക്കും. പക്ഷെ സംസ്കാരമില്ലാത്തവരാണ് ആൾക്കാണ് നമ്മുടെ മക്കളെ കെട്ടിച്ചയച്ചതെങ്കിൽ അവരുടെ കാര്യം വല്ലാതെ വേദനയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര ആളുകളാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യിപ്പിക്കുന്നത്, ഉസ്താദേ മക്കള് വീട്ടിലാണ്, മോള് പോണില്ല. അതല്ലെങ്കിൽ മകൾ വല്ലാത്ത വിഷമത്തിലാണ്, ദുരിതമാണ്. എന്തേ കാരണം? സമ്പത്തിന്റെ കുറവ്. ഒരാളും പരാതിയായിട്ട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. 17ാമത്തെ വയസ്സിൽ ഖത്തീബാകാൻ അവസരം കിട്ടിയത് സാധുവാണ് ഞാൻ. ഇത്രയും ചെറുപ്പം മുതൽ തന്നെ പള്ളികളിൽ, മിഹ്റാബുകളിൽ, മഹല്ല് കമ്മിറ്റികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നും സാമ്പത്തികം ഒരു പ്രശ്നമായി കണ്ടതായിട്ട് അറിവേ ഇല്ല. വളരെ വിരളമായിരിക്കും, കുറവായിരിക്കും. സമ്പത്തില്ല, വീടില്ല, സൗകര്യങ്ങളില്ല, പട്ടിണിയാണ്, വിഷമാണ് എന്ന് പറയുന്നവരില്ല. ഒന്നിരിക്കൽ ഭർത്താവ് മദ്യപാനിയാണ്, കഞ്ചാവിന്റെ അടിമയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ദുസ്വഭാവിയാണ്, അശ്ലീലം പ്രവർത്തിക്കുന്ന ആളാണ്, വേണ്ടാത്തരം ചെയ്യുന്ന ആളാണ്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങളാണ് ഇന്ന് മക്കളുടെ ജീവിതം കലഹത്തിലേക്കും വിവാഹം ഏർപ്പെടുന്ന തലാഖിലേക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ തലാഖുകൾ, വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ വീടിന്റെ നിറഞ്ഞ, വീടിന്റെ പളപളപ്പ്, സമ്പത്തിന്റെ പളപളപ്പ് കണ്ട്, വീടിന്റെ വിശാലത കണ്ട്, അവരുപയോഗിക്കുന്ന വാഹനം കണ്ട്, അവരുപയോഗിക്കുന്ന ഡ്രസ്സിന്റെ മൊഞ്ച് കണ്ട് നമ്മുടെ മക്കളെ ബലി കൊടുക്കല്ലേ. ഉമ്മമാരെ, ഉപ്പമാരെ, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ജീവിതം കൊടുക്കട്ടെ. തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവിയെ വിവാഹം ആലോചിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വന്നു. അതിൽ മുതലാളിമാരുണ്ട്, സമ്പന്നരുണ്ട്, തറവാട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ തങ്ങൾ ഒരാൾക്കും ഫാത്തിമ ബീവിയെ കൊടുത്തില്ല. അവസാനം ഫാത്തിമ ബീവിയെ കൈ പിടിച്ചുകൊണ്ട് കൊടുത്തത് ആർക്കാണ്? ഫഖീറായ, മിസ്കീനായ, പരമദരിദ്രനായ, സ്വന്തമായ ഒരു കൂല പോലും ഇല്ലാത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്റെ അലിയാർ തങ്ങളെ സെലക്ട് ചെയ്തത് അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ക്വാളിഫിക്കേഷൻ അറിവായിരുന്നു, പണ്ഡിതനായിരുന്നു, വിജ്ഞാനമുള്ള ആളായിരുന്നു, സംസ്കാരമുള്ള ആളായിരുന്നു, സൽസ്വഭാവിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിവി അലിയാർ തങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തു.
നോക്കി നിങ്ങൾ ഞാൻ നിർത്താനിട്ടാ, സമയം വൈകിട്ടില്ലേ? വൈകിട്ടില്ല. അവര് മൈക്കൊക്കെ ഇങ്ങനെ സൗണ്ട് കുറക്കുന്ന ഉദ്ദേശം അതാണ്. പണ്ട് കാലത്ത് നമുക്ക് കത്താ തരിക, അതേ സമയം വൈകിട്ട് നിർത്തണം. ഇപ്പം മൈക്ക് ഇങ്ങനെ കുറക്കാൻ ചെയ്യും. അതിന്റെ സിഗ്നലുകളാണ്. കുഴപ്പമില്ല, ആരും ശല്യാകാൻ പാടില്ല നമ്മൾ. ഞാൻ നിർത്താൻ. വലിയ പ്രയാസം, പ്രതിസന്ധി, ദാരിദ്ര്യത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ അകത്ത് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷെ ഒരു പരാതിയുണ്ടോ, പരിഭവമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അലിയാര തങ്ങള് പള്ളിയിൽ തിരിച്ചു വരികയാണ്. സലാം പറഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നു. കൗതുകത്തോടെ ഫാത്തിമാന്റെ അടുത്തേക്ക് വിളിച്ചു, മോളെ ഫാത്തിമ, ഞാൻ പള്ളിയിൽ നിന്നാ വരുന്നത്. പള്ളിയിൽ കുറെ ഗനീമത്ത് സ്വത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറെ ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്നതിനാണ് ഗനീമത്ത് എന്ന് പറയാം. എന്ന് വെച്ചാൽ അത് യുദ്ധം ആര് ജയിക്കുന്നു അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. യുദ്ധത്തിന് തീരെയാണ്. എന്നെ പോലെ കുറെ അടിമകളുണ്ട്, പടക്കോപ്പുകളുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഫാത്തിമ, ഒരു പക്ഷെ ഇന്ന് വൈകുന്നേരം വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്റെ മോളെ, നീ ഉപ്പാന്റെ അടുത്തേക്കൊന്ന് ചൊല്ലുമോ? തൊട്ടടുത്ത വീടാണ്, മദീനത്തേക്ക് പോയാൽ കാണാൻ പറ്റും. അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങളുടെ വീട് ഇതാണെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള വീടാണ് ഫാത്തിമ ബീവിയുടെ വീട്. മിഹ്റാബ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ ഒരു കെട്ട് തന്നെ മദീന റൗദയിൽ കാണാം. അള്ളാഹു കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഫാത്തിമ ബീവി താമസിച്ച വീടിന്റെ ഭാഗത്തെ അടയാളപ്പെടുത്തി ഇന്നും ഒരു സ്മാരകമായി, ഒരു ഓർമ്മയായി, സ്മരണയായി മസ്ജിദുൻ നബവി റൗള ഷരീഫിന്റെ പിറകിൽ, നബി തങ്ങൾ വിശ്രമിക്കുന്ന ഹുജറ ഷരീഫിന്റെ പിറകിൽ ഇന്നും കെട്ടിത്തിരിച്ച് മനോഹരമായി സംരക്ഷിച്ചു വരുന്നു. അഥവാ നബി തങ്ങളുടെ വീടും ഫാത്തിമാന്റെ വീടും തൊട്ടടുത്താണ്. ഒരു ചുമരിന്റെ ഒരു വ്യത്യാസം മാത്രം. ചുമരെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഒന്നല്ലോ, ഓലയിടച്ചത്. പക്ഷേ ഇവിടുത്തെ പെണ്ണുങ്ങളെ പോലെ സ്കൂൾ പൂട്ടിയത് നിൽക്കുമ്പോഴേക്കും ഓടിപ്പോകുന്നില്ല കേട്ടാ. അങ്ങനെയുണ്ട് കുറേ പെണ്ണുങ്ങൾ. മദ്രസ പൂട്ടിയിട്ട് മദ്രസ തുറന്നിട്ട് സ്കൂൾക്ക് മദ്രസയ്ക്ക് ഒരകത്ത് കുട്ടികളെന്ന് പറയും. ഇവിടെ എങ്ങനെ സാറേ ഉണ്ടാവില്ല അല്ലേ? ഞാൻ ചേരമാൻ പള്ളിയിൽ ഞങ്ങൾക്ക് 8 മദ്രസ ഉണ്ട്. ആ 8 മദ്രസയിലും ആദ്യത്തെ 10 ദിവസം സ്കൂൾ പൂട്ടിയപ്പോൾ അവധി കൊടുത്തു. വിരുന്നൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞു. അന്ന് ആ 10 ദിവസം കുട്ടികൾ വിരുന്ന് പോയി. ഇപ്പോഴും വിരുന്നിന് തന്നെയാണ്. നാണം മാറില്ലാത്ത കുട്ടികൾ. ഈ കെട്ടിച്ചയച്ചാൽ ശല്യം തീർന്നത് അപ്പുമൊക്കെ വിചാരിക്കാം. നീ എവിടെ തീർന്ന്? പണ്ടത് ഒരു തമാശ പറയാം. തമാശ ഉണ്ടായത് തന്നെ കേട്ടാ. സംഗതി നേരം എടുത്ത് മൊബൈൽ നോക്കുന്ന സമയത്ത് ഇന്ന് ഹർത്താൽ, ഇന്ന് സ്കൂൾ, ഇന്ന് എന്താണ് റെഡ് അലർട്ട്, എന്താ പറയാ, മറ്റേ മഴക്കാരണം പറയലോ. ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേട്ടത് പാതി കേൾക്കാത്ത പാതി കെട്ടും കണക്കെടുത്ത് ഓട്ടോറിക്ഷ കുടിച്ചിട്ട് പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ മോളെ എന്ത് പതിവില്ലാതെ വന്ന് അന്ന് പറയണ്ടത്, ഇന്ന് സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ല, ഇന്ന് കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ അത് പാലക്കാട് ജില്ലയല്ല, തൃശ്ശൂർ ജില്ലയിലല്ല. അപ്പം അതൊക്കെ പിന്നെ നോക്കുള്ളൂ. അപ്പം കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് നാണില്ലാതെ അങ്ങനെ പോകും. കുട്ടികൾക്ക് മദ്രസ ഉണ്ടോ അതൊന്നും പ്രശ്നമില്ല. സ്കൂൾ ഭയങ്കര പ്രശ്നമുണ്ടാ, ട്യൂഷൻ ഭയങ്കര പ്രശ്നമാണ്. അത് പൈസ കൊടുക്കണേ, അതിന് പൈസ ചിലവ്. ഇത് ഫ്രീ ആണല്ലോ. ഇത് മാസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഭാവന, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക മാസവരി, അത് കിട്ടിയാൽ കിട്ടി, അത് കിട്ടാൻ തന്നെ കുറെ നടക്കും വേണം. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഇവിടെ കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എല്ലാം ഖറാഅത്താക്കട്ടെ. മദ്രസ എന്ന് പറഞ്ഞ രണ്ടായി. ഇന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ മദ്രസയിൽ എനിക്ക് ഈ ഒരു മദ്രസയുടെ ചാർജ് മാത്രമേ 8 മദ്രസയിൽ ഞാൻ നോക്കണം. നോക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിദ്മത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചേരമാൻ സ്കൂളിൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ കുട്ടി സഅദിയ എന്ന് പറയുന്ന കുട്ടിയാ. 10ാം ക്ലാസ്സിൽ എല്ലാത്തിലെ കുട്ടിക്ക് A+. ആ കുട്ടി ഒറ്റ ദിവസം പോലും മദ്രസ മുടങ്ങിയിട്ടില്ല. എന്നാൽ വേറെ 3 കള്ളന്മാരുണ്ട് ആ ക്ലാസ്സിൽ തന്നെ. അവരുടെ ഉമ്മ സ്കൂൾ തുറക്കുമ്പോഴേക്കും അതെ ഇപ്രാവശ്യം കുട്ടിനെ വിടില്ല, എൻ്റെ 10ാം ക്ലാസ്സാണേ. ആ കുട്ടികളെല്ലാം നിലക്കൊണ്ട് പൊട്ടിപ്പോയി. ഒരു മദ്രസയില്ല, സ്കൂളില്ല. നിങ്ങൾ നോക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, അമേരിക്കയിൽ വലിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഗവേഷകനായി നിയമിക്കപ്പെട്ട നൂറാനി ഒരു പണ്ഡിതൻ 5 കോടി രൂപയാണ് ആ കുട്ടിക്ക് സ്കോളർഷിപ്പ്. സ്കോളർഷിപ്പ് അല്ല, എന്തെങ്കിലും പറയാം, സ്റ്റൈപ്പൻഡ്. എത്ര രൂപ ഉമ്മാരെന്ന് പറഞ്ഞാൽ 5 കോടി രൂപ. എത്രയാണെന്ന് പറഞ്ഞാൽ ഓർമ്മണ്ട? 5 കോടി രൂപ. ആർക്ക്? ഒരു മുത്തഅല്ലിമായ ഒരു കുട്ടിക്ക്
ആ കുട്ടി ദർസിൽ പഠിക്കും, മദ്രസയിൽ വന്നിട്ട് 1 മണിക്കൂർ വന്നിട്ട് തലവറ പറയും പോലെ എന്നല്ല, 24 മണിക്കൂർ എന്ന് പറഞ്ഞതുപോലെ സുബഹി നിസ്കരിച്ച ആ കുട്ടി പഠിക്കാൻ തുടങ്ങുക. ആ കുട്ടി ഡിഗ്രി കഴിഞ്ഞു, ഗവേഷണത്തിന് വേണ്ടി സെലക്റ്റഡായി അമേരിക്കയിലെ വലിയ യൂണിവേഴ്സിറ്റി. ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു 5 കോടി രൂപ. നമ്മൾ 7ാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടി ട്യൂഷൻ ടൈമിന് മദ്രസയില്ല, പള്ളിയില്ല, ഒന്നുമില്ല. നഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് 11 കൊല്ലം സേവനം ചെയ്തു. അവിടെ വരുന്ന MBBS കഴിഞ്ഞ് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ കുട്ടിയാണ്, തിരുവനന്തപുരം ഭാഗത്തുള്ള കുട്ടിയാണ്. ആ കുട്ടി ക്ലാസ്സിൽ എല്ലാ ദിവസവും വരാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു ആയത്തിന്റെയും ഹദീസിന്റെ ഒക്കെ മഹത്വം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടി പോകുന്നില്ല. എല്ലാവരും പോയി, ആ കുട്ടി 2 കുട്ടിയും കൂടെ ഇങ്ങനെ നിന്നെ കാണാൻ നിൽക്കുക. ആ കുട്ടി കരയാണ്. ഉസ്താദെ എന്ത് ചോദിച്ചപ്പോ ഒന്ന് കാണണം. നോക്കുമ്പോ എന്താ ഉസ്താദെ, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, മദ്രസ പഠിക്കാൻ പറ്റിയില്ല, ഖുർആനൊക്കെ കുറച്ചൊക്കെ തട്ടിമുട്ടി വായിക്കും, പക്ഷെ ഉസ്താദ് ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോൾ അതുപോലെ മനോഹരമായിട്ട് ഓതണം എന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ പഠിപ്പിച്ചു തരുമോ? മോളെ, അതിന് പരിമിതി ഉണ്ടല്ലോ. ഞാൻ കുട്ടിനൊക്കെ നിർദ്ദേശിച്ചു കൊടുത്തു. അപ്പൊ ആ കുട്ടീനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ തന്ത എന്നെ പഠിപ്പിച്ചില്ല. വല്ലാഹി എന്നോട് പറഞ്ഞത് എൻ്റെ തന്ത പഠിപ്പിച്ചില്ല. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ആ കുട്ടിക്ക് MBBS വാങ്ങിക്കൊടുത്തു. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ആ കുട്ടിനെ ഡോക്ടറാക്കി. ആ കുട്ടി മുതിർന്നു വലുതായി. ഖുർആൻ നേരാവണ്ണം ആ കുട്ടിക്ക് നല്ല അനുഭൂതിയോടുകൂടെ ഈണത്തിൽ ഓതാൻ പറ്റുന്നില്ല. ഈ സമയത്ത് എൻ്റെ ബാപ്പയെങ്ങാനും എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്നെ മദ്രസ മുടക്കിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മനോഹരമായിട്ട് ഓതായിരുന്നല്ലോ. ആ പാവം ബാപ്പ, അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല. ആൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കിയുള്ള സമ്പാദ്യം മുഴുവനും ഡോക്ടറാക്കാൻ വേണ്ടി മകൾക്ക് വേണ്ടി ചെലവാക്കി. പക്ഷെ ആ കുട്ടിപ്പാട് അശ്രദ്ധ ഒറ്റ കാര്യം മാത്രം, മദ്രസയിലേക്ക് കൃത്യമായി പഠിച്ചില്ല. 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും അടുത്ത പ്രാവശ്യം കുട്ടി വലുതായി വലിയ എന്ന് പറയും. അവിടെ നീ വലുതായാലും വലിയമായാലും കുഴപ്പമില്ല, സ്കൂളിൽ പോകാൻ, ട്യൂഷൻ സെന്ററിൽ പോകാനും കുഴപ്പമില്ല, നീ മുത്തി വലിയമാർക്കാലും കഴിഞ്ഞ് കല്ല് കൊഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇവിടെ 5ാം ക്ലാസ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം, കുട്ടി വലുതായി പോയി. ഇരിക്കട്ടെ സഹോദരിമാരെ, വഴന്ന് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവുന്നില്ലേ തോന്നുന്നുണ്ട്. വേണമെങ്കിൽ ഇഷ്ടമായി മതിയില്ലേ, അടുത്ത പ്രാവശ്യം വിളിക്കാൻ പാടില്ല. ഏതായിരുന്നാലും സഹോദരിമാരെ, പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഭർത്താവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് കയറി ചെല്ലുകയാണ്. അസ്സലാമു അലൈക്കും നബി തങ്ങൾക്ക് സലാം പറഞ്ഞു. ഫാത്തിമ ബിവിയുടെ സലാം കേട്ടപ്പോൾ നബി തങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഫാത്തിമ ബിവിയുടെ കൈ പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത വീടാണ്, ഒരു ചുമരന്റെ അപ്പുറത്തുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും വരാറില്ല എന്ന് പറഞ്ഞില്ലേ? ഈ സമയത്ത് വരുന്നത് കണ്ടപ്പോ റസൂൽ ചോദിക്കുകയാണ്, അല്ല എന്തിനാ ഉപ്പാന്റെ കുട്ടി വന്നത്? വെറുതെ വന്നതാണ്, ഉപ്പാനെ കാണാൻ വന്നതാണോ? അതല്ല, വല്ല ആവശ്യവുമുണ്ടോ? ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ മൃദുലമായ കൈകൾ തലോടിയപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. റസൂലുള്ളാഹി തങ്ങൾ സങ്കടപ്പെട്ടു. എത്രമാത്രം മൃദുലമായ കൈയായിരുന്നു എൻ്റെ ഫാത്തിമയുടേത്, എത്ര സൗന്ദര്യമുള്ള മനോഹരമായ കൈയാണ്. ഇപ്പോൾ തഴമ്പ് വന്നിരിക്കുന്നു. എങ്ങനെയാ തഴമ്പ് വന്നത്? വെള്ളം കോരിയിട്ട് വിറക് ശേഖരിച്ചിട്ട് അടുത്ത വീടുകളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവരും. ആ ധാന്യങ്ങൾ ഇടിച്ച് പൊടിച്ചിട്ട് ഫാത്തിമയുടെ കൈയെല്ലാം മൃദുല നഷ്ടപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ കൈ ഇങ്ങനെ തടവി കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ, ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ അരിയാരെ തങ്ങളെ സഹായിക്കാൻ വേണ്ടി എൻ്റെ പൊന്നുമോൾ ഒരുപാട് പ്രയാസം സഹിക്കുന്നുണ്ടല്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോളെ എന്തിനാ വന്നത്? അരിയാരെ തങ്ങൾ പറഞ്ഞേച്ചതാണ് ബാപ്പാ. എന്താ മോളെ പ്രശ്നം? അവിടെ നിന്ന് പറഞ്ഞു, പള്ളിയിൽ കുറെ അടിമകളുണ്ടെന്ന്. ആ അടിമകളുടെ കൂട്ടത്തിൽ നിന്നൊരു അടിമയെ എനിക്ക് തരുമോ? ഉണ്ടെങ്കിൽ എൻ്റെ ജോലികൾക്ക് എനിക്കൊരു സഹായിയാകുമല്ലോ. അരി പൊടിപ്പിക്കാനും വെള്ളം കൊണ്ടുവരാനും വിറക് ശേഖരിക്കാനും എനിക്ക് അടിമയെ ഉപയോഗപ്പെടുത്താമല്ലോ. ഒരടിമയെ
തരുമോ ബാപ്പ ഇത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, പാടില്ല മോളെ, ഇത് പൊതുസ്വത്താണ്, എനിക്കോ എന്റെ കുടുംബത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. അതിന്റെ അവകാശികളെമ്പാടുമുണ്ട്, അത് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതല്ല. എന്നിട്ട് ഫാത്തിമ ബീവി അരികിലേക്ക് വിളിച്ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശമുണ്ട് ഫാത്തിമ ബീവിയോട്, മോളെ, ഏതൊരു ബാപ്പയും മനസ്സിലാക്കേണ്ട ഉപദേശം, ഏതൊരു ഉമ്മയും മനസ്സിലാക്കേണ്ട ഉപദേശം. എന്താ ഉപദേശം എന്നറിയോ? മോളെ, ഫലിയാദ് തങ്ങൾ വരാനായിട്ടുണ്ട്, പുതിയാപ്പള വരാനായിട്ടുണ്ട്. അഥവാ കച്ചവടം കഴിഞ്ഞ്, ജോലി കഴിഞ്ഞ്, ബിസിനസ് കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയം അറിയാമല്ലോ, ആ സമയമായിട്ടുണ്ട്. നീ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഫതലഖീഹി ബിൽ ബാബ്, നീ ഉമ്മറത്തുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നുവെച്ചാല് അലിയാർ തങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ പരമദരിദ്രനാണ്, ഒന്നുമില്ല സാധുവിന്റെ കയ്യിൽ. ഒരിക്കലും ബഹുമാനത്തിന് കുറവുണ്ടാകാൻ പാടില്ല. ഭർത്താവ് സാമ്പത്തികമായി കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ ഭർത്താവിനോടുള്ള ബഹുമാനം ഒരിഞ്ച് പോലും താഴാൻ പാടില്ല. ബഹുമാനിച്ച് ആദരിച്ച് കാത്തു നിൽക്കണം നിന്റെ ഭർത്താവിനെ. ഫാത്തിമ എന്ന് വന്നിട്ട് വിളിക്കേണ്ടി വരരുത്, അതിനു പോലും അവസരം കൊടുക്കരുത്. അത്രമാത്രം ഭർത്താവിന് പ്രിയപ്പെട്ടവളാവണം. എന്നിട്ട് പറയാൻ, ഒരു ബാപ്പ മകൾക്ക് കൊടുക്കേണ്ട ഉപദേശം ഒരു ഉമ്മ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ്. മോളെ, വിഷമാണല്ലേ, പ്രയാസമാണല്ലേ, ഇവിടെ നിന്നാ, നീ പോണ്ടാന്നല്ല പറഞ്ഞത്. പാല് കുട്ടി ഇവിടെ നിന്നാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തല്ല. പൊയ്ക്കോട്ടോ, അലിയാന് വരുമ്പോ, പുതിയാപ്പള വരുമ്പോ അവിടെ ആരുമില്ലെങ്കിൽ വിഷമല്ലേ. നീ അലിയാന് തങ്ങളുടെ വീട്ടിൽ കടന്നു വരുമ്പോ നീ ഉമ്മർത്തുണ്ടാവണം. അലിയാര് തങ്ങളുടെ തട്ടം നീ വാങ്ങി വെക്കണം. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ മേടിച്ചു വെക്കണം. അതെവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോന്നല്ല പറയണത്. ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയില്ലേ, സമയമില്ല വിശദീകരിക്കാൻ. ചിലപ്പോൾ വരുന്ന സമയത്ത് നല്ല മീൻകാരനെ കണ്ടപ്പോൾ, നല്ലൊരു മീൻ കച്ചവടക്കാരനെ കണ്ടപ്പോൾ നല്ല പടപടക്കണ മീനുണ്ടായിരുന്നു, വലിയ കൗതുകത്തോടെ വാങ്ങി കൊണ്ടുവന്നതാ. കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കയ്യിൽ മീനാണ്, അവിടെ കൊണ്ട് വെച്ചോടി. അങ്ങനല്ല, ഈ മനുഷ്യന്മാർക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി രാത്രി സമയത്ത് മീനായിട്ട് വന്നേക്കാം, ആ പിടിച്ചിട്ടാ കൊണ്ട് വെച്ചോടി. അങ്ങനെയല്ല, ഓ ഒന്ന് മീനൊക്കെ വാങ്ങിയിട്ടല്ലോ, നാളെ രാവിലെ വെച്ചാൽ പോരെ, നമുക്ക് വേറെ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പറയേണ്ടതല്ലേ. അങ്ങനത്തെ പറയണ്ടാവല്ലേ, അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ എങ്ങനെ സമീപിക്കണം റസൂൽ പഠിപ്പിക്കുകയാണ്. മോളെ, നീ വാങ്ങി വെക്കണം. എന്നിട്ടോ നബി തങ്ങളുടെ ഉപദേശം കണ്ടോ, നീ അലിയാരോടൊപ്പം തന്നെ ചെലവഴിക്കണം. ജോലി കഴിഞ്ഞ് വന്നാ പിന്നെ അങ്ങോട്ട് പോയി എനിക്ക് വേറെ പണിയുന്നതല്ല, അടുത്ത് വന്നിരിക്കണം. എല്ലാം വിശദമായിട്ട് പറയാൻ സമയത്തിന്റെ കുറവുണ്ട്. അവസാന നബി തങ്ങൾ പറയുന്നു, മോളെ, നീ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ, ഭർത്താവിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് വുളൂ ചെയ്യണം. ഭാര്യയും ഭർത്താവും വുളൂ ചെയ്യണം, സുന്നത്താണത്. മിസ്വാക്ക് ചെയ്യണം, പല്ല് തേക്കണം. ഭാര്യയും ഭർത്താവും മിസ്വാക്ക് ചെയ്യണം, ബ്രഷ് ചെയ്യണം. എന്നിട്ട് വുളൂ ചെയ്തിട്ട് നീ വന്ന് കിടക്കുമ്പോൾ ഒരു ഫാത്തിഹ ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അല്ലേ എല്ലാം ചൊല്ലിയിട്ട് കിടക്കണം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നേരെ വന്നു, ബാപ്പാട് യാത്ര പറഞ്ഞു, വീട്ടിൽ കയറി. അലിയാര് തങ്ങൾ വന്നു, അലിയാര് തങ്ങളെ സ്നേഹിച്ചു, സ്വീകരിച്ചു, ആദരിച്ചു. അലിയാരുടെ കൂടെ തന്നെ നിന്നു. അല്ല, പോയിട്ട് അർത്ഥം കൈത് വെച്ച് കിട്ടിയ കിട്ടി. എന്താ കിട്ടിയത്? സുബ്ഹാനല്ലാഹ് 33. അൽഹംദുലില്ലാഹ് 33. ഭയങ്കര കിട്ടലാ കിട്ടിയത്. ബാപ്പ പറഞ്ഞു, ഫാത്തിമ ഖൈറുൽ ലകീ മിൻ ഖാദിമിൻ വഖാദിമിൻ വഖാദിം. മോളെ ഫാത്തിമ, നീ നിന്റെ ഭർത്താവിന് സേവനം ചെയ്താൽ, ഭർത്താവിനെ നീ സന്തോഷിപ്പിച്ചാൽ, ഭർത്താവിനോടുള്ള ഹക്ക് നീ വീട്ടിയാൽ, അത് നിനക്ക് ഒരുപാട് ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്ന് നബിയുനാ സയ്യിദുനാ റസൂലുള്ളാഹ്
അങ്ങനെ പറഞ്ഞു വെച്ച്. അപ്പൊ അലിയാത്തങ്ങൾ പറഞ്ഞ വർത്താനം കേട്ടാ നമ്മൾ മനസ്സിലാക്കണത് നല്ലതാ. നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഭാര്യന്റെ പതുക്കം പറഞ്ഞേക്കും അല്ലേ? നമ്മൾ പ്രതീക്ഷിതാരം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചേലും പോലെയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാകേണ്ടതാണുള്ളത്. ഈ സമയത്ത് അലിയാര് തങ്ങളുടെ പ്രതികരണം പറഞ്ഞു 3 പ്രാവശ്യം. അലിയാര് തങ്ങൾ 3 കൂടി കൂട്ടി. അങ്ങനെ പറഞ്ഞേ ഒന്നും വേണ്ട, സുബ്ഹാനല്ലാഹ് മതി. ജീവിത സന്തോഷമല്ലേ വേണ്ടത്? ബെൻസ് കാറ് കിട്ടിയ സന്തോഷം കിട്ടുമോനെ? കിട്ടുമോ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് സന്തോഷം കിട്ടണം? വലിയ വലിയ ബംഗ്ലാവ്. എൻ്റെ കൂടെ സാന്ത്വനത്തിൽ വർക്ക് ചെയ്ത വലിയ രാജ്യമുണ്ട്, അള്ളാഹു ബർക്കത്തിയിട്ട് ആഫിയത്ത് കൊടുക്കട്ടെ. വലിയ സമ്പന്നനായ മുതലാളിക്കാണ് തൻ്റെ പ്രിയപ്പെട്ടവളെ കല്യാണം കഴിച്ചത്. സുന്ദരിയായ മോള്, സുന്ദരിയായ മകള്. പക്ഷെ ആരിക്ക് എപ്പോൾ കണ്ടാലും എപ്പോഴും പൊട്ടിക്കറിയും ദ്വാ ചെയ്യണം, മോൾക്ക് വേണ്ടി ദ്വാക്കണം. വലിയ ബംഗ്ലാവിലാ താമസം. മരുമകൻ ഉപയോഗിച്ച് ഒഴിവാക്കിയ മനസ്സാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അബ്ബാസാജി ഉപയോഗിച്ചിരുന്നത്. അത്രമാത്രം വാഹനങ്ങളുടെ വ്യൂഹങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ. പക്ഷെ ഒന്നും മാത്രമില്ല, എന്ത് സന്തോഷം, സമാധാനം, അത് മാത്രം വീട്ടിലില്ല. അപ്പോൾ നമ്മുടെ മക്കളെ അള്ളാഹു നല്ല ജീവിതം അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബി തങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഇസ്ലാമികമായ സംസ്കാരം, സുന്നത്ത്, ചര്യ, ഇബ്രാഹിമിയ ചര്യ, ശുദ്ധീകരണം, സൽസ്വഭാവം, സംസ്കാരം, സ്നേഹം, ആദരവ്, ബഹുമാനം, ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ നമ്മുടെ കുടുംബത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. അള്ളാഹു തആല ബർക്കത്ത് നമുക്ക് നൽകട്ടെ. ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചതുപോലെ നമ്മൾ ആരും പരീക്ഷിക്കില്ല. അത്രമാത്രം പരീക്ഷണങ്ങൾ, കുടുംബത്തിൽ നിന്ന് പരീക്ഷണം, ഭാര്യമാരിൽ നിന്ന് പരീക്ഷണം, മക്കളിൽ നിന്ന് പരീക്ഷണം, എല്ലാം പരീക്ഷണം നൽകലായിരുന്നു. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാളെ സമാധാനം അല്ലേ? നാളെ ഈ സമയത്ത് പരിപാടി, നാളെയും നമ്മുടെ പരിപാടി ഉണ്ടല്ലേ? അപ്പം നാളെ വരുമ്പോൾ നിങ്ങൾ ഒരു കവർ കയ്യിൽ നിൽക്കുന്നില്ലേ, അത് എവിടെയും കൂടി കളയരുതിട്ടാ. നാളെ വരുമ്പോൾ ആ കവറിൽ നല്ലൊരു സംഖ്യ, ആരും കാണണ്ട കേട്ടോ, വലിയൊരു സംഖ്യ നിറച്ചിട്ട് അവിടെ കൊണ്ടുവരണം. കൊണ്ടുവരില്ലേ? ഇത് ശരിക്കും മുളാത്തുകളാരും അത് നോക്കിക്കേട്ടെ ഇൻഷാല്ലാ. അത് മറന്നു വെക്കണ്ട കേട്ടാ. അപ്പോൾ നാളെ എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവരിക നമ്മുടെ ഈ പരിപാടിക്ക്, അവരുടെ വിജയത്തിനും നമ്മുടെ സ്വലാത്ത് വാർഷികത്തിൻ്റെ പരിപാടികൾക്കുമാണ്. നമുക്കറിയാം ഇത്തരം പരിപാടി സംഘടിപ്പിക്കുക സ്വാഭാവികമായും അതിന് വലിയ ചെലവുണ്ടാകും. അപ്പോൾ നമ്മുടെ സംഘാടകർ, കമ്മിറ്റിക്കാർക്ക് അവർക്കൊരു ആശ്വാസം പകരാൻ, സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നൽകുന്ന ചെറിയ ചെറിയ സുബത്തുകൾ ഒരു വലിയ ബർക്കത്തായി അള്ളാഹു സ്വീകരിക്കും. മുത്തുനബി തങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു ബർക്കത്ത് സ്വീകരിക്കട്ടെ, അള്ളാഹു ബർക്കത്തായി സ്വീകരിക്കട്ടെ. ഇതിൽ ആരൊക്കെയാണോ സംഭാവന നിക്ഷേപിക്കുന്നത്, റഹ്മാനായ റബ്ബേ, അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. മുത്തുനബി തങ്ങളുടെ സ്വലാത്തിന് വേണ്ടിയാണ്, മജ്‌ലിസിന് വേണ്ടിയാണ്, വാർഷികത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ റബ്ബേ, പടച്ചവനത് കൊണ്ടുപോയി സാധ്യമാകുന്നത് സംഭാവന നിക്ഷേപിക്കുമ്പോൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ സമ്പത്തിൽ നീ വർദ്ധനവിന് കാരണമാക്കണേ അല്ലാ, മുറാദ് ഹാസിലാകാൻ കാരണമാക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ കാരണമാക്കണേ അല്ലാ, ഇസ്സത്തുണ്ടാകാൻ കാരണമാക്കണേ അല്ലാ, മക്കൾ റാഹത്താകാൻ കാരണമാക്കണേ അല്ലാ, മക്കൾ വിജയിക്കാൻ കാരണമാക്കണേ അല്ലാ, ബലാ മുസീബത്തുകൾ ഇല്ലാതെയാകാൻ കാരണമാക്കണേ അല്ലാ, സമാധാനമുണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ കാരണമാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ആനന്ദമുണ്ടാകാൻ നീ കാരണമാക്കണേ റഹ്മാനെ. ഈ സംഭാവന കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, വീടുകളിൽ, വാഹനങ്ങളിൽ, കച്ചവടങ്ങളിൽ, ജോലികളിൽ, മക്കളിൽ, മരുമക്കളിൽ, പേരമക്കളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അല്ലാഹു റഹ്മത്താക്കട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു ശിഫയാക്കട്ടെ. കുട്ടിക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫയും സലാമത്തും ആജിലായ ഷിഫയും അല്ലാഹു നൽകട്ടെ. നേരത്തെ പറഞ്ഞ കുടുംബത്തിലെ പ്രയാസം അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. നമുക്കറിയാം അറഫ ദിവസം ദുൽഹിജ്ജ 9-ന്റെ അന്ന് ശക്തിയായ സുന്നത്താണ് നോമ്പെടുക്കുക എന്നുള്ളത്. സാധ്യമാകുന്നവരൊക്കെ നോമ്പെടുക്കണം. യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയത, കഴിഞ്ഞൊരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും ദോഷം പൊറുപ്പിക്കാൻ കഴിവുള്ള വലിയ സുന്നത്താണ് അറഫയുടെ നോമ്പ്. നാളെ മുതൽ, അതിനെ ഞായറാഴ്ച മാസം കണ്ടാൽ നാളത്തെ രാത്രി മുതൽ അയ്യാമുൽ അശ്റിലേക്ക് പ്രവേശിക്കുകയാണ്.
അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ദിവസങ്ങൾ സ്മരിക്കുന്നത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. അപ്പോൾ നിസ്കാരം ഒന്ന് കൃത്യമായി നിർവഹിക്കാത്തവരാണെങ്കിൽ അയ്യാമുൽ അശ്റിലേക്ക് നാളെ പ്രവേശിക്കുന്നതോടുകൂടെ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന അള്ളാഹു ബഹുമാനിച്ച ദിവസത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ ഇനി ഇങ്ങനെ പോരാ, ഇനി ഞാൻ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കണം, നിസ്കാരം കൃത്യമാകണം, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം, ഉറങ്ങുമ്പോഴുള്ള മര്യാദകൾ പാലിക്കണം, ഹക്കും ബാത്തിലുണ്ടാവണം, ഹറാമ് ഇനി എൻ്റെ കൈകൊണ്ട് തൊടില്ല, പലിശയുമായി ഞാൻ ബന്ധപ്പെടുകയില്ല, ലോട്ടറി ഞാൻ എടുക്കില്ല, അനാവശ്യമായത് സമ്പാദിക്കില്ല, ഹക്കായി ഞാൻ ജീവിക്കും എന്ന രീതിയിൽ പ്രതിജ്ഞയെടുക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. റഹ്മാനായ റബ്ബ് ഒരു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ പുസ്തകം നിർത്തുകയാണ്. നാളെ വരാനുള്ള സമയം ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നമ്മുടെ ഒത്തുകൂടൽ അവരുടെ പൊരുത്തത്തിലായി സ്വീകരിക്കട്ടെ. രണ്ടിടത്തേക്ക് സ്വലാത്തിന് പിരിയാം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫീറൻ അന്നി ذنوبي واغفرا لسيئاتي صلى الله وسلم أنت غفار الخطايا والذنوب الموبقات صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله عليه وسلم عليم السر وأخفى مستجيب الدعوات صلى الله على وسلم ربنا ارحمنا جميعا لجميع الصالحات صلى الله على محمد يا ربي صلي وسلم وصلي على جميع الأنبياء والمرسلين وعلى ملائكتك الكرام أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.